എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ദൈവസന്നിധിയിൽ ഒരാൾ വായിക്കും. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായ്ക കൊണ്ട് അവളെ വളർത്തിയിരുന്നു. ഈ യുവതിയും രൂപവതിയും സുമുഖിയുമായിരുന്നു. അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മൊർദെഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു. ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എസ്തേറിനെ കുറിച്ചാണ്. സന്തോഷത്തോടെ സ്വന്തം സഹോദരിമാരൊക്കെ ഹാപ്പിയാണ്. ഹല്ലേലൂയ. സ്വോത്രം. സഹോദരന്മാര് രക്ഷപ്പെട്ടെന്നായിരിക്കണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിന്റെ പുസ്തകം. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ 2ാമത്തെ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. എസ്തേറിന്റെ പുസ്തകത്തിന്റെ അകത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ധൈര്യവും കരുത്തും മുൻപോട്ട് പോകാനുള്ള ഒരു ഉത്തേജനമൊക്കെ എസ്തേറിന്റെ പുസ്തകത്തിന്റെ അകത്ത്. സ്തോത്രം. ചില വാക്യങ്ങൾ, ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഇതേപോലെ തന്നെ ദൈവം വെളിപ്പെടുമെന്ന് നമ്മുടെ അകത്താരോ സംസാരിക്കുന്നത് പോലെ നമുക്ക് അത്രയ്ക്കും നമ്മളുമായി കണക്റ്റ് ആകുന്ന ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. എത്ര പേര് ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്? എത്ര പേര് വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം? എസ്തേറിന്റെ പുസ്തകം. വായിക്കാത്തവര് വായിക്കും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ 2ാമതായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ പുസ്തകം പഠിക്കുമ്പോൾ ദൈവം എന്നൊരു പദം ഇതിൻ്റെ അകത്തില്ല. അത് വായിച്ചവർക്ക് അറിയാം, അല്ലാത്തവർക്ക് പുതിയ അറിവാണ്. ദൈവം എന്നൊരു പദം എസ്തേറിന്റെ പുസ്തകത്തിൽ. സ്തോത്രം. നീ ഇയാൾ പ്രസംഗിക്കുന്നത് ശരിയാണോ എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, കുത്തിയിരുന്ന് വായിക്കും. അങ്ങനെങ്കിലും വായിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവം എന്ന അറിയില്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പുസ്തകത്തിന്റെ അകത്ത് നിറഞ്ഞു. സ്തോത്രം ചെയ്യും. ദൈവം എന്ന പദം ഇല്ലെങ്കിൽ പോലും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഗ്രന്ഥകാരൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരാമേൻ ചേർന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഏകദേശം 10-12 വർഷമായി. സ്തോത്രം. ഈ പ്രാർത്ഥന തുടങ്ങുന്നത് 3 അമ്മച്ചിമാരെ കൊണ്ട്. സ്തോത്രം. അതിൽ 2 പേര് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. ഒരാൾ ഇപ്പോഴുമുണ്ട്. ക്ഷീണിതയാണ്. അവിടെ നിന്നാണ് പരിശുദ്ധ കർത്താവ് ഇതിനെ
മുൻപോട്ട് വളർത്തി വന്നു. സ്തോത്രം. 300 പേര് ഇരുന്നപ്പോ പ്രസംഗിച്ചു തുടങ്ങിയതല്ല ഈ മീറ്റിംഗ്. 3 പേര് ഇരുന്ന് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കിപ്പോ 30 പേരുണ്ടേലും 3 പേരുണ്ടേലും എനിക്ക് ഒരേപോലെ സ്തോത്രം ചെയ്യും. പക്ഷെ ഞാൻ പറയാൻ വന്നത്, അന്ന് ഇറങ്ങി വന്ന ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഇന്നും ഇതിന്റെ അകത്തുനിന്ന് മാറിയിട്ട് വന്ന പലരും മാറി. ഇന്നലകളിൽ വന്ന പലരും ഇന്ന് വരാറില്ല. അന്ന് മുതൽ വരുന്നവർ ഇന്നും വരുന്ന പ്രിയപ്പെട്ടവർ. പക്ഷെങ്കിൽ ഞങ്ങൾ ഒരു 3 പേരൊക്കെ ഇരുന്ന് ആരാധിച്ച, ഒരു 300 പേരൊക്കെ ഇരുന്ന് ആരാധിക്കുന്നതിന്റെ സ്തോത്രം ചെയ്യും. അതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവമെന്ന പദത്തിന് ഗ്രന്ഥകാരൻ വലിയൊരു പ്രാധാന്യം ഈ പുസ്തകത്തിൽ കൊടുത്തില്ല എന്ന് വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ പ്രവർത്തികളെയും ചെറുതാക്കി കാണിക്കുന്നില്ല. പരാമയം ചേർന്ന് പറഞ്ഞു. സ്തോത്രം. എബ്രായ നാമമാണ് നമ്മൾ ആ 7-ാം വാക്യത്തിൽ വായിച്ച നാമം, ഹദസ്സെ. എബ്രായ നാമം, എസ്തേറിന്റെ എബ്രായ നാമമാണ് ഹദസ്സെ. ഹദസ്സെ എന്ന വാക്കിന്റെ അർത്ഥം കൊഴുന്തെന്നാണ്. കൊഴുന്ത്. സ്തോത്രം. ഹദസ്സെ എന്ന വാക്കിന്റെ അർത്ഥം കൊഴുന്ത് എന്നാണ്. പേർഷ്യൻ നാമമാണ് എസ്തേർ. പേർഷ്യൻ നാമമാണ് എസ്തേർ. അതിന്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. സ്തോത്രം. ഹദസ്സെ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം കൊഴുന്തെന്ന്. പേർഷ്യൻ നാമമായിരിക്കുന്ന എസ്തേർ എന്ന വാക്കിന്റെ അർത്ഥം നക്ഷത്രം എന്നുമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈബിൾ ക്ലാസ് ആയിട്ടൊന്നും തോന്നരുത്. ഹല്ലേലൂയ. എസ്തേറിന്റെ ലൈഫിൽ തന്റെ പേരിനെ അനുവർത്തിക്കുന്ന നിലയിൽ ദൈവം ആ സഹോദരിയെ മാനിക്കാനിടയായി. ഹല്ലേലൂയ. നക്ഷത്രം നിൽക്കുന്നത് മണ്ണിലല്ല, പിന്നെ എവിടെ? ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. തന്റെ പേരിനെ അനുവർത്തിക്കുന്ന നിലയിൽ ദൈവം തന്നെ ഉയർത്തുവാനിടയായി. സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്യുക. ഇതിന്റെ ഈ പുസ്തകത്തെ എഴുതിയിരിക്കുന്ന പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ബാബിലോണിയ പ്രവാസ കാലത്ത് യഹൂദന്മാരുടെ ഉന്മൂലനാശത്തിൽ നിന്ന് സർവശക്തനാകുന്ന ദൈവം അവരെ അതിന്റെ അകത്തൂന്ന് ഉദ്ധരിക്കാനിടയായി തീർന്നു. അവരെ അതിന്റെ അകത്തൂന്ന് വിടുവിക്കാനിടയായി തീർന്നു. സ്തോത്രം. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ അത് പഠിച്ചവർക്കറിയാം, അത് വായിച്ചവർക്കറിയാം, ശത്രുവിന്റെ ലക്ഷ്യം ബാബിലോണിയ പ്രവാസകാലത്ത് ശത്രുവാകുന്നവൻ അവർക്കെതിരെ ഒരുക്കിയ ലക്ഷ്യം അവരുടെ നാശമല്ല, അവരുടെ ഉന്നതനാശമാണ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു? പ്രൈസ് ദി ലോർഡ്. അവരുടെ നാശമല്ല പിശാച് ആഗ്രഹിച്ചത്. നാശമായിരുന്നു ആഗ്രഹിച്ചതെങ്കിൽ മൊർദെഖായി കൊണ്ട് നിന്നേനെ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.
മൊർദെഖായി കൊണ്ടത് നിന്നേനെ. സ്തോത്രം. എന്നാൽ നാശമല്ല ശത്രു ആഗ്രഹിച്ചത്, ഉന്മൂലനാശമാണ് അവൻ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. ചിലതിന്റെ നാശമല്ല പിശാച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പൊങ്ങി വരാത്ത വിധത്തിൽ, ഒരിക്കലും എഴുന്നേറ്റ് വരാത്ത വിധത്തിൽ, ഒരിക്കലും തല പൊക്കാത്ത വിധത്തിൽ ഉന്മൂലനാശം വരുത്തുമെന്ന് പിശാചിന്റെ വെല്ലുവിളികൾ ഉയരുമ്പോൾ ഇന്ന് എസ്തേറിന്റെ പുസ്തകത്തെ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനൊരു ദൂത് പറയാനുണ്ട്. അതിന്റെ നടുവിൽ അവരെ ഉദ്ധരിച്ച്, അതിന്റെ നടുവിൽ അവരെ വിളിപ്പിച്ച്, അതിന്റെ നടുവിൽ അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു സ്വർഗമുണ്ടെങ്കിൽ ഇന്ന് മകൻ നിന്റെ നാശമല്ല, നിന്റെ ഉന്മൂലനാശം കാണാം. നോക്കി നിൽക്കുന്ന ചില ശത്രുബലത്തിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതാമേ പറഞ്ഞ് സ്വീകരിച്ച്, അത് ഏറ്റെടുത്ത് സ്തുതിച്ച് ഇന്ന് വിടുതൽ സ്വീകരിക്കുക. അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്യും, അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്യും, അല്പസമയം ആത്മാവിൽ സ്തോത്രം ചെയ്യും. എന്നോടുള്ള ദൈവശബ്ദമാണ് ഓർമ്മയുള്ളവർ കാണുന്നത്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയുള്ളവർ വചനം ഏർപ്പെടുത്തുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജയം വ്യാപരിക്കും, ജയം വ്യാപരിക്കും, ജയം വ്യാപരിക്കും, ജയം വ്യാപരിക്കും. കാരണം വചനം ജയമുള്ളതാണ്, വചനം ജയിച്ചു നിൽക്കുന്നതാണ്. വചനത്തെ കീഴ്പ്പെടുത്താൻ, വചനത്തെ പരാജയപ്പെടുത്താൻ, വചനത്തെ പിടിച്ചുകെട്ടാൻ കരുത്തുള്ള ശക്തികൾ ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കത്തില്ല. എന്തില്ലാത്ത വചനം, അധികാരമുള്ള വചനം ഇന്നത്തെ വെളിപ്പെടുത്തുമ്പോൾ അടിയേണ്ട ചില മേഖലകൾ, അധികാരം വെളിപ്പെടേണ്ട ചില മേഖലകളിൽ വചനത്തിന്റെ അധികാരം ചലിക്കും. എന്നോട് ആത്മാവ് എതിർത്തു പറയും, ചിലരുടെ നാശമല്ല, ചിലരുടെ ഉന്മൂലനാശം കണ്ടിട്ട് നിപ്പാറത്തുള്ളെന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ചില സാമാന്യ ശക്തികളുടെ വ്യാപാരങ്ങളുടെ മുമ്പിൽ വചനത്തെ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ദൂത് ബാബിലോണിയ പ്രവാസകാലത്ത് യഹൂദന്മാരെ ഉന്മൂലനാശം വരുത്താൻ പിശാച് ഒരുക്കിയ പദ്ധതിയെ എന്റെ ദൈവം പൊളിച്ചടുക്കിയെങ്കിൽ, എന്റെ ദൈവം പൊളിച്ചടുക്കിയെങ്കിൽ അന്ന് ജീവിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ നിന്നെ ഉന്മൂലനാശം വരുത്താൻ നോക്കുന്ന ചില പൈശാചിക പദ്ധതികളുടെ മേൽ ജയത്തിന്റെ ആത്മാവിൽ എവിടെയെങ്കിലും നിനക്ക് ബോധമുണ്ടോ? ഇതെന്റെ നാശത്തിനല്ല, ഇതെന്റെ ഉന്മൂലനാശത്തിനാണ്. എവിടെയെങ്കിലും നിനക്ക് ബോധമുണ്ടെങ്കിൽ ആ വിഷയം ആത്മാവിൽ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ സാഹചര്യം എന്നെ നശിപ്പിക്കണം,
ഈ അവസ്ഥ എന്നെ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഭയക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ നേരിടുന്ന സാഹചര്യത്തെ ഞാൻ ഭയക്കുന്നു. ഇത് അവസാനിക്കുന്നത് എന്റെ നാശത്തിനാണോ എന്നെനിക്കൊരു തോന്നൽ. അങ്ങനെ ചിന്തിക്കുന്ന ചില വിഷയത്തിനകത്ത് ഞാൻ ആത്മാവിലേക്ക് കാണുക, ചില വിഷയത്തെ ഫേസ് ചെയ്യുന്നവർ ഇത് എന്റെ അവസാനമാണോ, ഇതുപോലെ നാശമാണോ എന്ന ചിന്തിച്ചിരിക്കുന്ന ചിലരുടെ ഹൃദയം കണ്ട് പരിശുദ്ധന്മാർ പറയുന്നു, യഹൂദരെ വിടുവിച്ച സ്വർഗ്ഗം ജീവിക്കുന്നു. Yes. Yes. രക്തത്താൽ ജയമെടുക്കും. ചേർന്ന് രാമൻ പറഞ്ഞേ, ബാബിലോണിയ പ്രവാസകാലത്ത് അവരേറ്റവും അധികം അനുഭവിച്ചൊരു കാര്യമാണ് ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതൽ. ചേർന്ന് രാമൻ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് മൗനമായിരിക്കാൻ പറ്റും. ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ പറയാം, ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ് നീയെങ്കിൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തത ഉള്ളവളാണ് നീയെങ്കിൽ, ഞാൻ ആത്മാവിൽ ഉറപ്പ് പറയാം, ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ കരുതലും നിന്റെ കൂടെ ഉണ്ട്. ചേർന്നാമേ പറയണം. ആമേൻ പറയിപ്പിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് മീറ്റിങ്ങിന് പോയപ്പോ അവിടുത്തെ അഭിഷക്തനോട് ചില കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി പറഞ്ഞു. ഇന്നലകളിൽ അദ്ദേഹം ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞേ, ജീവനോടെ നീ തിരിച്ച് ഭവനത്തിൽ എത്തിച്ചേരുമെന്ന് ചിന്തിച്ച, ഇനി ഞാൻ ഒരിക്കലും ജീവനോടെ ഭവനത്തിൽ എത്തിച്ചേരത്തില്ലെന്ന് വിചാരിച്ച ചിന്തിച്ച സമയമുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം മരണത്തിന്റെ വക്കിൽ നിന്നാണ് ആ ദൈവദാസനെ സ്വർഗം പിടിപ്പിച്ചുകൊണ്ട് നിർത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഹല്ലേലൂയ. അദ്ദേഹം പ്രിൻസിപ്പാളാണ്, ഹല്ലേലൂയ. ഹൈസ്കൂളിലെ പഠിപ്പിച്ച സാറായിരുന്നു, പ്രിൻസിപ്പാളായി റിട്ടയർഡായി ഇപ്പോൾ കർത്താവിന്റെ വേലയിലാണ്. അതേപോലെ ആന്റിയും സെയിം, രണ്ടുപേരും അധ്യാപകരാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിന്റെ കരുതലാണ്, ദൈവത്തിന്റെ സംരക്ഷണമാണ്. ഇല്ലെങ്കിൽ അന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞൊരു ദൂത് ഞാൻ ഇപ്പോഴും ഓർക്കും. പക്ഷേ നിങ്ങൾ അവസാനിക്കേണ്ട മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിങ്ങളെ സംരക്ഷിച്ചതും ദൈവം നിങ്ങളെ കരുതിയതിന്റെ പുറകിൽ ഒരു കാര്യം, നിങ്ങളുടെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ചില കാര്യ പരിപാടികളും കൂടെ ഉണ്ട്, തീർന്നിട്ടില്ല. സ്തോത്രം. ഒരുവന്റെ ശുശ്രൂഷ അവസാനിക്കാതെ അവനെ ദൈവം തിരികെ വിളിക്കില്ല. പിന്നെ ചിലതൊക്കെ നേരത്തെ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ നല്ലത് വിടുന്നില്ല. നാളെ ഞങ്ങളുടെ ചർച്ചിൽ വന്നപ്പോ, ചർച്ചിൽ ഒരു ഫാമിലി വന്നപ്പോ ഒരു ദൈവാസം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നേരത്തെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലരും ചോദിക്കും, പാസേ
ആ ദൈവദാസനോട് പല ദൂത് പറഞ്ഞല്ലേ, പല ആലോചന പറഞ്ഞു. പക്ഷെ പുള്ളി എന്ത് ചെയ്തു? അതൊന്നും കാണാതെ ശുശ്രൂഷയിൽ നിന്ന് നേരത്തെ പോയി. കാരണം ആ ദൈവാസം പറഞ്ഞത് ചിലതൊക്കെ ദൈവം അങ്ങനെ ചെയ്യും. അപ്പൊ ആ പാസിങ്ങനാ പറഞ്ഞത്, സ്വോത്രം ഹല്ലേലൂയ, കൃപയെന്ന് പോയെന്ന് കേൾക്കുന്നതിലും നല്ലതല്ലേ മേപ്പോട്ട് പോയെന്ന് കേൾക്കുന്നത്. സ്വോത്രം ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക, കൃപയെന്ന് പോയെന്ന് പറയുന്നതിലും നല്ലതാണ് നിത്യതയും. സ്വോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്ത് ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. മടങ്ങി വരാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എസ്തേറിനെ കുറിച്ചാണ് ഇന്ന് പകൽ ധ്യാനിക്കുന്നത്. ഞാൻ എസ്തേറിന്റെ 5 വിധ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച, എന്നോട് ഉദ്ധരിച്ച, എന്നോട് ഇടപെട്ട 5 വിധ കാര്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു വേഗത്തിൽ തന്നെ മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ കർത്താവിന് ശരണം. ഹല്ലേലൂയ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ഹല്ലേലൂയ. പറഞ്ഞ ദൂത് മറക്കരുത്. ഹല്ലേലൂയ. ഉന്മൂലനാശം വരുത്തും എന്ന് പിശാചു വെല്ലുവിളിക്കുമ്പോൾ അതിന്റെ നടുവിൽ നമ്മളെ നിലനിർത്തുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, കരുതുന്ന ഒരു സ്വർഗം ഉണ്ട്. ഹല്ലേലൂയ. എസ്തേറിന്റെ ക്വാളിറ്റീസ് ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കാം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ താൻ രാജകീയ പദവിയിലേക്ക് വന്ന ശേഷം തന്നിലുണ്ടായിരുന്ന സ്വഭാവം വളരെ അനുഗ്രഹം. സ്വത്രം. സത്യത്തിൽ അങ്ങനൊരു സ്വഭാവമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സർവ്വസാധാരണ വലിയ പാടാ. ഈ ഒന്നുമില്ലാത്തവന് എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ സ്വഭാവത്തിന് എന്ത് വരും? അല്ലേ? ഒന്നുമില്ലാത്തപ്പോ ഭയങ്കര പാവമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിയും, പിന്നെ ആളെ കണ്ട അറിയത്തില്ല. അല്ലേ? നിങ്ങളെ കുറിച്ചല്ല, ഞാൻ പൊതുവായ ഒരു കാര്യം സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ എസ്തർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്. ഇന്ന് പകൽക്കാലം ആ ഒരു സ്വഭാവത്തിലേക്ക്, ആ ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വായിച്ച വാക്യം പോലെ 2:7 വായിച്ചതുപോലെ, അവൻ തന്റെ ചിറ്റപ്പിന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായ്ക കൊണ്ട് അവളെ വളർത്തി. അപ്പൊ നോക്കിക്കേ, ഒരു അനാഥത്വം അനുഭവിക്കുന്ന എസ്തേർ. മനസ്സിലായോ? ജീവിതത്തിൽ ഒരു അനാഥത്വം അനുഭവിക്കുന്ന സ്ത്രീ. ഞാന് ഒരു സഹോദരൻ ഇന്നാൾ എന്നോട് പറഞ്ഞതുപോലെ, പാസേ, ഈ അപ്പനും അമ്മയും ഒന്നും സഹോദരങ്ങളൊന്നും എന്നെ മനസ്സിലാക്കും. അപ്പനും അമ്മയും സഹോദരങ്ങളൊന്നും എന്നെ മനസ്സിലാക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചിന്തിക്കും, അനാഥനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതുണ്ടായിട്ട് വിഷമല്ല, ഇതുണ്ടായിട്ട് സങ്കടങ്ങളല്ല, ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, വല്ല അനാഥനായിട്ട് ജനിച്ച മതി. അപ്പൊ ഞാൻ പറഞ്ഞു, അനാഥരെന്താ പറയുന്നത് അറിയാം? അപ്പനും അമ്മയുള്ള നിങ്ങൾ ഇങ്ങനെ പറയുന്ന അനാഥരെന്താ?
ഒരപ്പനുണ്ടായിരുന്നെങ്കിൽ, ഒരമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു 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 വിഷമം പറയാൻ ഒരു സഹോദരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവര്. ഹല്ലേലൂയ. അപ്പോഴാണ് അദ്ദേഹം മറുവശത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അനാഥത്വം അനുഭവിക്കുന്ന അവർ കഴിയുന്ന സമയത്ത് ഒരു കുടിലിൽ പാർക്കുന്നതിന് തുല്യമായിരുന്നു എസ്തേറിന്റെ ജീവിത സാഹചര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറയുന്നതാകുന്ന സൗഭാഗ്യങ്ങൾ, സമ്പത്തുകൾ, അനുഗ്രഹങ്ങൾ ഒന്നും എസ്തേറിനില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കുടിലിൽ തത്തുല്യമായി ജീവിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു എസ്തേറിന്റെ ജീവിത ചരിത്രം ചരിത്രത്താളുകളിൽ എഴുതിയിട്ടുണ്ട്. ചേർന്ന് രാമേ പറഞ്ഞാട്ടെ. അപ്പൊ അനാഥത്വം അനുഭവിക്കുന്ന എസ്തേർ ജീവിത സാഹചര്യങ്ങളിൽ പറയപ്പെടുന്ന നിലയിലുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കാത്ത എസ്തേർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവം അവളോട് കാണിച്ച ഒരു കരുതലും. ചേർന്ന് രാമൻ പറയണം, ഒരു കരുതൽ. ഹല്ലേലൂയ. എസ്തേറിനെ കുറിച്ച് പറയുമ്പോ തന്നെ എസ്തേറിനെ കുറിച്ച് അറിയുന്നവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യ ചിന്ത ദൈവത്തിന്റെ കരുതൽ. കരുതല ഓടി വരുന്നു. സ്തോത്രം. അപ്പോൾ എസ്തേറിനെ സർവശക്തനാകുന്ന ദൈവം തന്റെ പദ്ധതി പ്രകാരം, ഹല്ലേലൂയ, അവളെ രാജ്ഞിയുടെ പദവിയിലേക്ക് സർവശക്തൻ എത്തിക്കുവാനിടയായി. അതിൻ്റെ അകത്തൊരു ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്നാളൊരിക്കൽ ഞാൻ അതിവിടെ പ്രസംഗിച്ചത്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ഒരു പദ്ധതി അതിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. സ്തോത്രം. അല്ലെ, ആ എസ്തേർ, എന്റെ ഭാഷയെ പറഞ്ഞു, കുടിലിൽ നിന്ന് ദൈവം അവളെ കൊട്ടാരത്തിലെത്തിച്ചു. ഒരാമേൻ പറയണം. ഞാൻ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചാണ്. സ്തോത്രം. ഒരാളുടെ ജീവിതത്തെ മാറ്റാൻ എന്റെ ദൈവത്തിന് കാലങ്ങൾ ആവശ്യമില്ല. ഒരു ചേർന്ന് രാമൻ പറഞ്ഞേ, ഒരാളുടെ ജീവിതത്തിനൊരു ചേഞ്ച് വരുത്താൻ എന്റെ ദൈവത്തിന് നിമിഷങ്ങൾ മതി. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൂതാണ്. അല്ലെങ്കിൽ നീ ആ ഭാഗം വായിച്ചപ്പോ മോനെ നിനക്ക് എന്ത് മനസ്സിലായി? ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് കർത്താവേ? അല്ലെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞൊരു മറുപടി, ഹല്ലേലൂയ, എനിക്കൊരാളുടെ ജീവിതത്തെ മാറ്റാൻ ഒരുപാട് സമയം വേണ്ട. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ അകത്ത് ചില മാറ്റങ്ങൾ കൊതിക്കുന്നവരുണ്ടെന്ന് ആത്മാവിനോട് ഇടപെടുകയാണ്. ജീവിതത്തിന്റെ അകത്ത് മാറ്റങ്ങൾ കൊതിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞ ദൂത് ഞാൻ നിറച്ചു എന്നാണ് പറയുന്നു. ദൈവത്തിന് നിന്റെ ജീവിതത്തെ ചിരിക്കാൻ ഒരുപാട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തോട് വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. സ്തോത്രം. എന്നോട് ദൈവം ഇടപെട്ട അത് ഞാൻ ഓൾറെഡി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിച്ചിട്ട് ഇവിടെ
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു. ആ ദൂത് എനിക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ദൂതിനെ അതിന് സ്വീകരിക്കുന്ന ഹൃദയങ്ങളെ ഞാൻ കാണുന്നു. ആ ദൂത് നടപ്പിലാകാൻ കൊതിക്കുന്നവരെ ഞാൻ കാണുന്നു. ആ ദൂതിനനുസരിച്ച് എന്റെ ലൈഫിലെ മാറ്റം വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ വെളിപ്പാടിൽ കാണുന്നു. നിന്നോടാണ് ദൈവശബ്ദം. നിന്റെ ജീവിതത്തെ തിരിഞ്ഞാൽ ദൈവത്തിന് അധികം നേരം വിശ്വസിക്കുന്നവർ മാത്രം അപ്പനാൽ നിന്ദിക്കപ്പെട്ട്, അമ്മയാൽ നിന്ദിക്കപ്പെട്ട്, സഹോദരങ്ങളാൽ നിന്ദിക്കപ്പെട്ട്, സ്വന്തം ഭവനത്തിന്റെ അകത്ത് ഒരു സ്ഥാനം പോലും ഇല്ലാതെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നു പോലും അന്വേഷിക്കാതെ ഹല്ലേലൂയ വനാന്തരങ്ങളിൽ ഒറ്റപ്പെട്ട് ക്രൈസ്തവനാണ്. അപ്പനോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മയോട് മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, സഹോദരങ്ങളോട് കൂടെ ചേർന്നിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള അനുവാദമോ അവസരമോ കുടുംബം അവന് നൽകിയിട്ടില്ല. അല്ലെങ്കിൽ വനാന്തരങ്ങളിൽ ആടുകളുമായിട്ട് സംസാരിച്ച് സമയം തീർക്കേണ്ട, കാലം തീർക്കേണ്ട ഗതികേട്. പക്ഷെങ്കിൽ ദാവീദേ നിന്നോട് കൊണ്ടുണ്ട്, മരണം വരെ നീ ഇങ്ങനെ ആയിരിക്കത്തില്ല, മരണം വരെ നീ ഇങ്ങനെ ആയിരിക്കത്തില്ല. നിന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ദിവസത്തെയും വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ദിവസത്തെയും വെച്ചിട്ടുണ്ട്. അന്ന് ജ്ഞാനത്തിൽ നീ വന്നു. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം. എന്റെ ആത്മാവ് നടപെടുമ്പോൾ നിന്റെ കാട്ടിലെ വാസം തീരാറായി, നിന്റെ കാട്ടിലെ വാസം തീരാറായി, നിന്റെ കാട്ടിലെ വാസം തീരാറായി. നിനക്ക് വേണ്ടി ദൈവം ഒരു നാട് ഒരുക്കുന്നു. എന്നോട് പ്രബന്ധ ശബ്ദം ഇടപെടുകയാണ്. ചിലരുടെ ജീവിതത്തെ ഞാൻ തിരിക്കാൻ പോകുന്നു, ചിലരുടെ ജീവിതത്തെ ഞാൻ തിരിക്കാൻ പോകുന്നു, ചിലരുടെ ജീവിതത്തിൽ മാറ്റം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് രാമൻ സ്തോത്രം. മോളെ, നിന്നോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവം സ്തോത്രം. നിന്റെ മേൽ എസ്തേറിന്റെ മേൽ കിടക്കുന്ന ഒരു ദൈവത്തിന്റെ ഫേവർ ഞാൻ കാണാം. നീ ശക്തമായി പ്രാർത്ഥിക്കുക. ഞാൻ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ദൂത് പറയുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഇടപെടുമ്പോഴേ ആരോടാണ് എനിക്കറിയത്തു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എന്നോട് ആത്മാവ് ശക്തമായി തലമുറയോട് പറയുക, എസ്തേറിന്റെ മേൽ കിടക്കുന്നൊരു കരുതൽ നിന്റെ മേലുണ്ട്. സൂവിലായിരിക്കുന്ന ശത്രുദാസിയോടും ആ ദൂത് കൈമാറുന്ന ദൈവം, നിന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ കിടപ്പുണ്ട്. പ്രബന്ധ രഹസ്യ അല്ലെ, ആത്മാവിനോട് ഇടപെടുക. ജീവിതത്തെ തിരിക്കുന്ന സുദിനമുണ്ട്, ജീവിതത്തെ തിരിക്കുന്ന സുദിനമുണ്ട്, ജീവിതത്തെ തിരിക്കുന്ന സുദിനമുണ്ട്. അനാഥത്വത്തിന്റെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, തൊഴിലിന് തത്തുല്യമാകുന്ന ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ
ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോ സർവശക്തനാകുന്ന എന്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൈവശബ്ദമാണ്. എനിക്കത് വായിച്ചപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാവും. ഞാൻ പറഞ്ഞു, കർത്താവെ എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്നോട് പറയുക. എന്നോട് പറഞ്ഞത്, ഒരാളുടെ ജീവിതത്തെ തിരിക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ട. കുടിലിൽ നിന്ന് ഒരാളെ കൊട്ടാരത്തിലെത്തിക്കാൻ, ചേറ്റിൽ നിന്ന് ഒരാളെ ഉയർത്താൻ, കുപ്പയിൽ നിന്ന് ഒരാളെ പൊക്കിക്കൊണ്ടുവരാൻ. ഓ, ചെറുതാമേ പറയാം, ചെറുതാമേ പറയാം. താഴെ കിടക്കുന്ന പേപ്പറിനെ നാളെ പട്ടമാക്കി ആകാശത്തൂടെ എനിക്ക് അധിക സമയം കിട്ടുക. സ്തോത്രം. ഇന്ന് ഇവിടെ വന്നവരും സൂമിൽ ഇരിക്കുന്നവരോടും ഞാൻ ഒരുമിച്ചൊരു കോമൺ, ദൈവം തരുന്നൊരു കോമൺ ദൂതി ഞാൻ പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ദൈവം അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, നിങ്ങളെ കൈയടി കേൾക്കാൻ ഞാൻ പറയുന്നതല്ല, നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കാൻ ഞാൻ പറയുന്നതല്ല. ഇതൊരു പ്രോസ്പെരിറ്റിയുടെ ഊരാണെന്ന് ഉണ്ടായിരിക്കരുത്. ആത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ദിവസം എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന് ചെയ്യാൻ ഒരുപാട് നേരം വേണ്ട. സോദരൻ, എന്റെ വിഷയത്തിലേക്ക് പരിശുദ്ധാത്മാവെന്നെ കടന്നു. ആത്മാവിൽ ഞാൻ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് നൽകി തന്ന ഹല്ലേലൂയ സ്തോത്രം ചില ചിന്തകളുണ്ട്. അത് ഷെയർ ചെയ്യാനാ ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോ വരെ അതിലേക്ക് കടക്കാൻ ദൈവാത്മാവ് അനുവദിച്ചിട്ടില്ല. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരുപാട് നേരം വേണോ? വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയഭീതിയോടെ ഒഴുകിയ വലിയ പർവ്വതങ്ങളുടെ നടുവിലൂടെ ഒഴുകി നടക്കുന്നു. വലിയ പർവ്വതങ്ങളായി വശങ്ങൾ. ഒരു സാധ്യതയും ഇല്ലാത്തടത്തല്ലേ ചെങ്കടലൊക്കെ ഏത് വഴിക്ക് പോയതറിയാം. അല്ലേ? വചനം പറയുന്നത് ഇങ്ങനെ തിര ഇങ്ങനെ നിന്നു സൈഡ് ഫിറ്റ് പോലെ. അത് ആത്മാവി കാണാൻ പറ്റും. നിങ്ങൾ എന്താ വിചാരിച്ച അക്വേറിയം അവിടെ ആദ്യം കണ്ടു? സ്വത്രം. അക്വേറിയം കണ്ടുപിടിച്ച അവിടെ ഇവര് നടന്നു പോകുമ്പോ ഇടത്തോട്ട് നോക്കുന്ന വെള്ളമാണ്, അതിലൂടെ മീനൊക്കെ. സ്വത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ ഇന്നാള് എരിഹോവിന്റെ കാര്യം പറഞ്ഞു. മരട് ഫ്ലാറ്റ് താഴെ ഇട്ട പുള്ളികളൊന്നും അല്ല ഇത് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ച സ്വർഗമാണ്. അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് വിടുന്ന പരിപാടി മനുഷ്യനല്ല കണ്ടുപിടിച്ച, സ്വർഗമാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്തെല്ലാം കാര്യം. ഇങ്ങോട്ടാ ഞാൻ മടങ്ങി വരുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ടല്ല എന്റെ ദൈവം വഴി ഒരുക്കി. അവിടം കൊണ്ട് അവര് പറയുന്നൊരു വാക്കുണ്ട്, മിസ്രൈമിൽ ഞങ്ങൾ മരിച്ചാൽ മിസ്രൈമിൽ അവിടെ ശവകുടീരമെങ്കിൽ ഉണ്ടായനെ. ഈ മരുഭൂമിയിൽ മരിച്ചു വീണാൽ എവിടാ ബോഡിന്ന് പോയി അറിയത്തില്ല. ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തെ സംശയിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചിലത് തിരിക്കാൻ നിമിഷങ്ങൾ മതി. ചേർന്നൊരാമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അനാഥത്വത്തിന്റെ നടുവിൽ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം,
ഒരമ്മയില്ല, ഭയങ്കര പാടാണ്. അപ്പൻ ഉണ്ടെങ്കിലും വളർത്തച്ഛൻ ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവക്ക് അമ്മ വേണം. ഹല്ലേലൂയ. അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അതിന്റെ വേദന അറിയാം. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അതിന്റെ വിഷമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അമ്മ ഉണ്ടായിട്ടും കാര്യമില്ല, അല്ല ചുമ്മാ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ അമ്മയായിട്ട് തന്നെ ഉണ്ടാവുകയും വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച, അമ്മയില്ല, അപ്പനില്ല, പിന്നുള്ളത് വളർത്തച്ഛൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ സ്വന്തം മകളെ പോലെ. അന്നത്തെ കാലമായതുകൊണ്ട് വിശ്വസിക്കും, ഇന്നത്തെ കാലത്ത് അതും പറ്റും. സ്വന്തം അപ്പന്റെ അടുത്ത് പോലും പെൺകുഞ്ഞുങ്ങളെ വിശ്വസിച്ച് വിടാൻ പറ്റാത്തൊരു കാലത്ത്, ഹല്ലേലൂയ, നമുക്കെല്ലാവരും ഇവിടെ അടുത്ത് സ്ഥലമൊന്നും പറയുന്നില്ല, ഒരപ്പൻ ഒരു മകളെ പീഡിപ്പിച്ച വാർത്ത നമ്മൾ കേട്ടത്. ഇവിടെ അടുത്ത് ഒരപ്പൻ സ്വന്തം മകളെ, കണ്ടോ, കാലം പോയ പൂക്കുണ്ട്. അല്ല, നിങ്ങൾ മോർദെഖായി നോക്കിയ, വളർത്തച്ഛനായിട്ടും സ്വന്തം മകളെ പോലെ അവളെ കരുതി, അവളെ വളർത്തി. ഒരപ്പൻ ഒരമ്മ കൊടുക്കേണ്ട സ്നേഹം മോർദെഖായി എസ്തേറിന് കൊടുത്തു. ചേർന്നൊരാമൻ പറയണം. ഞാൻ എന്റെ ദൂതിലേക്ക് വേഗത്തിൽ വരിക, കാരണം അത് പ്രസംഗിക്കണം, അതിനോട് നീതി പുലർത്തണം. സ്വതന്ത്രം. അപ്പൊ ഒന്നാമത്തെ എസ്തേറിന്റെ ക്വാളിറ്റി, എസ്തേറിന്റെ ഒന്നാമത്തെ സ്വഭാവ ഗുണം, കുടിലിൽ നിന്ന് ദൈവം കൊട്ടാരത്തിൽ എത്തിച്ചിട്ടും അവൾ അഹങ്കരിച്ചില്ല. ചേർന്നൊരാമൻ പറഞ്ഞു. കുടിലിൽ നിന്ന്, അനാഥത്വ സാഹചര്യങ്ങളിൽ നിന്ന്, കുടിലിന് സമാനമായ സാഹചര്യത്തിൽ നിന്ന്, ഇല്ലായ്മയുടെ സാഹചര്യത്തിൽ നിന്ന്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം, എസ്തേറും മോർദെഖായും നിൽക്കുന്നത് പ്രവാസകാലത്തിൽ. പ്രവാസകാലം എന്ന് വെച്ചാൽ അവരുടെ രാജ്യമല്ല, അവരുടെ നാടല്ലത്, അവർ പ്രവാസകാലത്തിലാണ്. എന്ന് വെച്ചാൽ അവർ മറ്റൊരു രാജ്യത്തിലാണ്, ബാബിലോണിൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രവാസകാലത്ത് നിൽക്കുമ്പോൾ പ്രവാസിയായ എസ്തേറിനെ ദൈവം കൊട്ടാരത്തിലെത്തിച്ചു. രാമൻ പറയോ, ദാനിയേലിനെ 3 പ്രധാന അധ്യക്ഷന്മാരിൽ ഒരുവനാക്കി മാറ്റുകയും രാജാവിന്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്ത അതേ ദൈവമാണ് എസ്തേറിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രവാസകാലത്ത് മറ്റൊരു രാജ്യത്തിൽ ജീവിച്ചിരുന്ന കാലം, ആ സമയത്ത് ആ രാജ്യത്തിന്റെ രാജാവിന്റെ രാജ്ഞിയായി, പത്നിയായി സർവശക്തൻ അവളെ കുടിലിൽ നിന്ന് കൊട്ടാരത്തിൽ എത്തിച്ചപ്പോൾ അവളുടെ ഒന്നാമത്തെ സ്വഭാവ ഗുണം, അവൾ അഹങ്കരിച്ചില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്നോട് ഇടപെടുന്നു. ദൈവം നന്മയും അനുഗ്രഹവും തരുമ്പോൾ അഹങ്കരിക്കരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്നേ. ചിലതിനൊക്കെ ഇല്ലാത്ത, ചിലതിനൊക്കെ കുറച്ചുണ്ടായി കഴിഞ്ഞു. ഉണ്ടോ? ആരാധന പോയപ്പോ കുറച്ചു നേരം ആരാധിച്ചില്ലേലും സാരമില്ല, ദൈവം ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ശരിയാകാം, അഹങ്കരിച്ചില്ല. സ്തോത്രം. ചിലരങ്ങനല്ല. ഹല്ലേലൂയ, സ്തോത്രം. 10 പുത്തം കണ്ട 10 പുത്തനൊക്കെ ഇല്ലാത്തവർ സന്തോഷിക്കും, കാരണം നിങ്ങൾക്കുള്ള ദൂതല്ല. ഹല്ലേലൂയ. ഇല്ലാത്ത ചിലര് ഈ പലരും അഹങ്കരിക്കുമ്പോ പറഞ്ഞു 10 പുത്തൻ കണ്ടപ്പത്തേന്
എന്തോ അഹങ്കാരം. സ്വത്രം അല്ലേ? ഒരു കാറ് മേടിച്ച എന്തോ അഹങ്കാരം. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ, മാറിയിരുന്ന് പറയും. അഹങ്കരിക്കുന്നവരുണ്ടെന്നേ, പക്ഷെ എല്ലാരും അഹങ്കാരികളല്ല. ദൈവകൃപയകത്തുള്ളവർ അഹങ്കരിക്കത്തില്ല. എത്ര നന്മ കിട്ടി. ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവർ അഹങ്കരിക്കും. സ്തോത്രം. ഈ ദൈവമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തൊക്കെ അഹങ്കരിക്കും. കാരണം ദൈവമായിട്ട് ബന്ധമുള്ളവർ എപ്പോഴും തിരിഞ്ഞു നോക്കും വന്ന വഴി. ഒരാമയം പറയുന്നില്ല. ദൈവവുമായിട്ട് ബന്ധമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നവരെ പിന്മാറ്റക്കാരായിട്ട് ചിത്രീകരിക്കരുത്. അവര് വന്ന വഴി നോക്കുക. ഞാൻ ഇന്നാളീ ഒരമ്മച്ചിയുടെ കഥ പറഞ്ഞതുപോലെ, ഭർത്താവ് മരിച്ച് 2 കുഞ്ഞുങ്ങളുണ്ട്. മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും അദ്ദേഹം വിവാഹം കഴിച്ചില്ല. ഞാനവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്മച്ചി ഭയങ്കര കരച്ചിലോട് കരച്ചിൽ. എനിക്ക് സത്യത്തിൽ അമ്മച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ എനിക്കും കരച്ചിൽ. വചനം പറയുന്ന പോലെ യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞ പോലെ അവരുടെ കരച്ചിൽ കണ്ടിട്ടാ കർത്താവിന് കരച്ചിൽ എന്ന് പറഞ്ഞ പോലെ അമ്മച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ കരയാത്ത ഞാനും. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം അവരുടെ സാഹചര്യം അങ്ങനായി. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. കൃപയാൽ മക്കളൊക്കെ നല്ല നിലയിലെത്തി. 2 നില വീടൊക്കെ പണിതു. ഇപ്പൊ നല്ല രീതി ദൈവം അവരെ. ഇതെല്ലാം ദൈവം കൊടുത്തതിന് ശേഷം വീണ്ടും അമ്മച്ചി എന്നെ വിളിക്കും, മോനെ ഇടയ്ക്ക് പ്രേരണ വരണം. ഞാൻ ഇന്നാളൊരു ദിവസം അവിടെ പ്രാർത്ഥിക്കാൻ വീണ്ടും ചെന്നപ്പോ ഞാൻ വിചാരിച്ച് നല്ല വീടായി, കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു ജോലിയൊക്കെ ആയി, ഇനി അമ്മച്ചിക്കും കുറെ ഭാരമൊക്കെ ഒഴിഞ്ഞു, അതുകൊണ്ട് ഇനി വലിയായിട്ട് കരയത്തില്ല എന്നുള്ള ചിന്തയില്ല ഞാൻ. ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പിതാവെന്ന് തുടങ്ങി അമ്മച്ചി ഒറ്റ ആമേൻ പറയുന്നവരെ വീണ്ടും കരയും. എന്നാ പിന്നെ ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ച് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിക്ക് നന്മയൊന്നും ഇല്ലാതിരുന്നപ്പോ അമ്മച്ചി കരഞ്ഞു. ഞാനത് മനസ്സിലാക്കി. ഇപ്പൊ എന്തിനാ കരഞ്ഞു? അമ്മച്ചി എന്നോട് പറഞ്ഞ വാക്കാണ്. ഞാൻ അതെന്റെ നെഞ്ചിലാണ്. അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസേ ഇന്നലകളിൽ ഞാൻ കരഞ്ഞത് ഞങ്ങളൊരു കരക്കെത്താൻ, ദൈവം ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ദൈവം ഞങ്ങളെ ഒന്ന് സേഫ് ആക്കാനാണ് ഞാൻ കരഞ്ഞത്. ഇന്നെന്തിനാ കരയുന്നേ? ഇന്ന് ദൈവം തന്നതോർത്ത് നന്ദിയോടെ കരയുന്നു. വന്ന വഴി മറക്കാൻ പറ്റത്തില്ല മാസ്റ്ററെ, അത് ഓർത്ത കരയുന്ന. അമ്മച്ചി ഈ നന്മ, ഈ 2 നില വീടും കുഞ്ഞുങ്ങള് അത്യാവശ്യം നല്ല ജോലിയിലൊക്കെ കയറിയിട്ടും അമ്മച്ചിയുടെ മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചിയുടെ മനസ്സിൽ കിടക്കുന്നത് മടയെ ചെന്ന് കല്ലെടുത്ത് തലയെ വെച്ച ഭാരം അമ്മച്ചിയുടെ മനസ്സിൽ കിടക്കും. വന്ന വഴി എങ്ങനെ മറക്കും? സ്തോത്രം. ദൈവവുമായിട്ട് ബന്ധമുള്ളവരാണ് എത്ര നന്മ വന്നാൽ അവരഹങ്കരിക്കും. ദൈവവുമായിട്ട് ഈ തലമുറയ്ക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അതൊക്കെ അറിയത്തില്ലെങ്കിൽ അവളുടെ വളർത്തപ്പനായിരിക്കുന്ന മൊർദെഖായി അതവളെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ വന്നിട്ടും അവൾ അഹങ്കരിച്ചില്ല. ആത്മാവെന്നോട് ഇടപെടുക. ദൈവം നിന്നെ നാളെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കും. ആമേൻ പറയണം. വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. നാളെ ദൈവം നിന്നെ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കും. നിനക്ക് ദൈവം നന്മകൾ തരും. ദൈവം നിന്നെ ഉദ്ധരിക്കും. ദൈവം നിന്നെ വിടുവിക്കും. ഇന്നത്തെ അവസ്ഥയ്ക്ക് നാളെ മാറ്റം വരും. ഇത് പറയുന്നത് വിനോദമല്ല, എന്റെ സ്വർഗത്തിലെ ദൈവമാണ്. പക്ഷെങ്കിൽ ഇന്നോടൊരു വ്യവസ്ഥയുണ്ട്. ഏത് നിലയിൽ പാലിക്കപ്പെട്ടാലും ഈ ദൈവത്തെ മറന്ന് അഹങ്കരിക്കരുത്. നമ്മുടെ ഒരു സഹോദരനാണ്, മിനിയാൻഡിക്ക് അറിയാം, ഞാൻ പേരൊന്നും പറയാം. ഹല്ലേലൂയ. അത്യാവശ്യം
നല്ല രീതിയിൽ ദൈവം അദ്ദേഹത്തെ മാനിച്ചുള്ള സവാൽ. പ്രൈസ് ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ച്, അഹങ്കരിക്കാനാണ് ആ മനുഷ്യനൊക്കെ എന്തോ ഒരു അഹങ്കരിക്കാനാണെങ്കിൽ അദ്ദേഹം എന്തോ ഒരു സ്തോത്രം, സ്തോത്രം. പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഉണ്ട് ഒരു സൈഡിൽ, പക്ഷെ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ച് ദൈവം ആക്കി വെച്ച നില വെച്ച് നോക്കിയാൽ ഞാൻ ആലോചിച്ചു, എന്തുമാത്രം അദ്ദേഹം അഹങ്കരിക്കണം. പക്ഷേ ഫോൺ വിളിക്കുമ്പോൾ പ്രൈസ് ലോർഡ് പാസ്റ്ററെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ താഴ്മ, പാസ്റ്ററെ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ താഴ്മ അറിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ലൈഫിൽ, എനിക്ക് പേഴ്സണലി ആണ്, എന്റെ ലൈഫിൽ ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ, അനുഗ്രഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒട്ടും അഹങ്കാരമില്ലാത്ത, ഒട്ടും അഹങ്കാരം. എന്റെ കാഴ്ചപ്പാട് ഞാനത് കണ്ടിട്ട് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നന്മ അത് അഹങ്കരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ, ഇപ്പൊ വരെ ഞാൻ ഈ കാര്യം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാന്നറിയാവോ? അകത്തൊരു ദൈവസ്നേഹം കിടപ്പുണ്ട്, അകത്ത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കിടപ്പുണ്ട്. അതാ കാര്യം. ഹല്ലേലൂയ. ചേർന്ന് രാമൻ പറയണം. ഞാൻ അതുകൊണ്ട് പറയുന്നു, എസ്തേറിനെ നോക്കി പഠിക്കാൻ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, നിന്റെ ജീവിതത്തെ സർവശക്തൻ തിരിക്കും, നിന്റെ ജീവിതത്തിൽ അസാധാരണ ദൈവപ്രവൃത്തി നടക്കും. പക്ഷെങ്കിൽ ഒരു ഡിമാൻഡ് ദൈവം വെക്കുക, ഒരു വ്യവസ്ഥ ദൈവം വെക്കുക, അഹങ്കരിക്കരുത്, വന്ന വഴി മറക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരു നന്മ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോ, കർത്താവെ അഹങ്കാരത്തിന്റെ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഒരു നന്മ വരുന്നതിന് മുമ്പേ മാറ്റിയാക്കണേ. ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു നന്മ വരുന്ന ഉടനെ അതിന്റെ അകത്ത് പ്രവേശിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കാതെ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവം ഒരു നന്മ തരുന്നതിന് മുമ്പ് അഹങ്കാരത്തിന്റെ ഒരു സ്പിരിറ്റ് എന്റെ അകത്തുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ദൈവം അതിനെ ശാസിക്കണം. ചേർന്ന രാമൻ. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി, കുടിലിൽ നിന്ന് കൊട്ടാരത്തിൽ രാജ്ഞിയുടെ സ്ഥാനത്തെത്തിയിട്ടും, അതും നോക്കണം, അനാഥത്വത്തിൽ നിന്ന്, കുടിലിന്റെ സാഹചര്യത്തിൽ നിന്ന്, ഇല്ലായ്മയുടെ സാഹചര്യത്തിൽ നിന്ന് അവിടെ കൊണ്ട് തീർന്നില്ല. പ്രവാസകാലത്ത് മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ദൈവം ഈ സ്ഥാനത്തെത്തിച്ചപ്പോൾ നന്ദിയോടാണ് സഹോദരി അത് ഓർത്തത്. അവളൊട്ടും അഹങ്കരിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ ക്വാളിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2:10 ആ ദൂത് കിടപ്പുണ്ട്. എസ്തേർ തന്റെ ജാതിയും കുലവും അറിയിച്ചില്ല, അത് അറിയിക്കരുതെന്ന് മൊർദെഖായി മതി എന്ന് വെച്ചാ, രാജ്ഞിയായിട്ടും അവൾ അവളുടെ അപ്പനോട് ആലോചന ചോദിച്ചു. ഒരാമയം പറയണം. രണ്ടാമത്തെ ക്വാളിറ്റിയാണ്, രണ്ടാമത്തെ സ്വഭാവ ഗുണമാണ്, രാജ്ഞിയുടെ പദവിയിലെത്തിയിട്ട് പോലും അവൾ സ്വയം തീരുമാനിക്കുകയായിരുന്നില്ല, അപ്പന്റെ വാക്ക് അവൾ കേട്ടു, അപ്പനോട് ആലോചന അവൾ ചോദിച്ചു. ചേർന്നാമേ പറയണം. അതാ എസ്തേറിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി. ഉണ്ടോ എസ്തേറിന് വല്ല ആവശ്യം ഉണ്ടോ? ശിവനെ വല്ല കുറവുണ്ടോ?
അപ്പനോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാ, കുടിലിൽ കിടന്നപ്പോ നിങ്ങളോട് ചോദിച്ചു, കൊട്ടാരത്തിൽ വന്നപ്പോ നിങ്ങളോട് ചോദിക്കും. ഇന്നലെ വരെ ഹസ്ബൻഡ് ഇല്ല, ഇന്ന് ആരുണ്ട്? ഹസ്ബൻഡ് ഉണ്ട്. അതാരാ? സാധാരണ ഹസ്ബൻഡാണ്. അതാരാ? രാജാവ്. നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇല്ല എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ആ സഹോദരി ഉണ്ടല്ലോ, ആ പദവിയിലായിരുന്നിട്ട് പോലും അവൾ അവളുടെ സ്വന്തം ആലോചന പ്രകാരമല്ല നീങ്ങിയത്. അവൾ അപ്പനോട് ആലോചന ചോദിച്ചു. ചേർന്ന് ആമേൻ പറയണം. ആമേൻ പറയണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഉദ്ധരിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനെ ഇടപെടുകയാണ്. ദൈവം നിന്നെ മാനിക്കുമ്പോൾ, ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യത്തിലും നീ കല്ലില് തിരിക്കുമ്പോൾ, എന്ത് തീരുമാനങ്ങൾ നീ എടുക്കുമ്പോൾ, നിന്നെ ആക്കി വെച്ചവനോട് നീ ചോദിക്കണം. ചേർന്നാമേ പറഞ്ഞ, നിന്നെ നടത്തിയവനോട് നീ ചോദിക്കണം. നിന്നെ കൈക്ക് പിടിച്ചവനോട് നീ ചോദിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തോടുള്ള ആലോചനക്കുറവ് ദോഷം ചെയ്യും. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുക. ദൈവത്തോടുള്ള നിന്റെ ആലോചനക്കുറവ് നിനക്ക് നാളെ ദോഷം ചെയ്യും. ഇന്ന് പകൽ തീരുമാനമെടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. അങ്ങനെ നടത്തിയവനെ മറക്കരുത്, കൈക്ക് പിടിച്ചവനെ മറക്കരുത്, ഉപദേശിച്ചവനെ മറക്കരുത്, നീ നന്നാകണമെന്ന് ആഗ്രഹിച്ചവനെ മറക്കരുത്, നിന്റെ ഒരു നല്ല നില കാണാൻ ഇഷ്ടപ്പെടുന്നവരെ മറക്കരുത്. ഇന്നവരെ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവം നിന്നെ മാനിക്കുമ്പോൾ, ദൈവം നിന്നെ ഉയർത്തുമ്പോൾ, ദൈവം നിന്നെ ശ്രേഷ്ഠമായി നിൽക്കുമ്പോൾ, അല്ല നിന്നെ നടത്തിയവരെ നീ മറക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തെ മറക്കരുത്. ഞാനൊരു പൊരുൾ തിരിച്ചു പറയാം. നിഴൽ എസ്തർ അവളുടെ അപ്പനോട് ആലോചന ചോദിച്ചു. പൊരുള് ഞാൻ പറയാം, നീ നിന്റെ സ്വർഗത്തോട് ആലോചന ചോദിക്കും. നീ നിന്റെ സ്വർഗത്തോട് ആലോചന ചോദിക്കും. നിങ്ങൾക്ക് ദാവീദിനെ അറിയാൻ മുമ്പേ പറഞ്ഞല്ലോ, കാട്ടിക്കിടന്നവനെ നാട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കയറ്റി മാനിച്ച സ്വർഗത്തിലെ ദൈവത്തോട് ദാവീദിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഒരു കാൽച്ചുവട് വെക്കുന്ന സമയത്ത് ആ മനുഷ്യൻ, ദൈവമേ ഇത് നിനക്ക് ഹിതമോ, നീ ഇച്ഛിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്ന സ്വഭാവം ദാവീദ് എന്ന് പറയുന്ന രാജാവിനുണ്ടായിരുന്നു. ഒരിടത്ത് മാത്രമാണ് ആ മനുഷ്യൻ, 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് ആ മനുഷ്യൻ പരാജയപ്പെട്ടു പോയത്. ഒന്ന്, ഒരു കിളിവാതിൽ തുറന്നപ്പോ പരാജയം. ചില ദാവീദുമാർ അങ്ങനെ എല്ലാ കിളിവാതിലും അടച്ചാലേ അവരുടെ വിശുദ്ധി സൂക്ഷിക്കാൻ. കണ്ടോ, മുട്ടുസൂചി വീണാറില്ല. ഇവിടെ കത്തിയ തീയും കാറ്റും ഒക്കെ ഏത് പഞ്ചായത്തിലൂടെ പോയെന്ന. ചില ദാവീദുമാർക്കൊക്കെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ എല്ലാ കിളിവാതിലും അടഞ്ഞിരിക്കണം. ദൈവത്തെ ഓർത്തു സ്തോത്രം ചെയ്യുന്നു. ഒരു കിളിവാതിൽ വല്ലതും തുറന്നു ഇവന്റെ വിശുദ്ധി നോക്കാം. രക്തം ജയം. പ്രിയപ്പെട്ടവരെ, ആ ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യൻ പെട്ടുപോയി. ശരി, തെറ്റ് തന്നെ, ന്യായീകരണം. പക്ഷെ എനിക്ക് ദാവീദിനെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, അല്ല തെറ്റ് നാദാം പ്രവാചകൻ ഉണർത്തി കാണിച്ചപ്പോൾ അത് സമ്മതിച്ച് ദൈവത്തോട് കരഞ്ഞു. ഒരാമേൻ പറയണം. ദൈവം അത് ക്ഷമിച്ചു. ഒരാമേൻ ചേർന്ന് പറഞ്ഞേ.
ഹല്ലേലൂയ. പിന്നെ അദ്ദേഹത്തിന് വന്നുപോയ ഒരു അബദ്ധം, ദൈവത്തിന്റെ പെട്ടകം കാളവണ്ടി ചുമന്നു. അതും ഒരു അബദ്ധം പറ്റി. കാരണം ദൈവത്തിന്റെ പ്രമാണമുണ്ട്, പുരോഹിതന്മാർ തോളി ദൈവത്തിന്റെ പെട്ടകം ചുമക്കണം. സ്തോത്രം. അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി നിർത്തിയാൽ, ഒരു കാൽച്ചുവട് എടുത്തു വെക്കുന്നതിന് മുമ്പ് സർവശക്ത ഹല്ലിൽ കാട്ടിക്കിടന്ന എന്നെ ഇവിടെ എത്തിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തോട് ഞാൻ അങ്ങനെ ഒരു ക്വാളിറ്റിയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ഇടപെടുക. നിന്റെ വിഷയമാണെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെ വിഷയമാണെങ്കിൽ, ദൈവമാണ് നിങ്ങളെ നിർത്തുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ നടത്തുന്നതെങ്കിൽ, ദൈവമാണ് നിങ്ങളെ മാനിക്കാൻ നാളെ പോകുന്നതെങ്കിൽ, ആ ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, നീ നിന്റെ അപ്പനോട് ആലോചന ചോദിച്ചു അപ്പൻ പറയുന്നതിനനുസരിച്ച് ജീവിക്കാവുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അവളുടെ ജാതി, അവളുടെ കുലം എന്ത് ചെയ്തില്ല, അറിയിച്ചില്ല. കാരണം പ്രവാസകാലം. സ്തോത്രം, സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ജാതിയില്ല, ഉണ്ടെന്നില്ല. ജാതി ഇല്ലാത്തവരും, ജാതിയില്ല, കുലവും ഇല്ല. സ്തോത്രം ചെയ്യും. ഞാൻ ഇന്നാളെ ഒരു ചർച്ചിൽ ശുശ്രൂഷിക്കാൻ പോയി. പാസ്റ്ററിന്റെ കാറല്ല, ഇപ്പൊ പാസ്റ്റർ ഉണ്ട്, ഞാനുണ്ട്, ആന്റി ഉണ്ട്, മോളുണ്ട്, മോളുടെ ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അപ്പനും. കാറിൽ പോവും. അപ്പൊ പാസ്റ്റർ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ ഇടതുവശത്തിരിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ ബാഗിൽ. ഇവര് ചർച്ചിലെ എന്തോ, ഇവരുടെ മാതൃ ചർച്ചിൽ എന്തോ കാര്യം പറഞ്ഞു. ആൾക്കാരൊക്കെ വന്നു, ആൾക്കാരൊക്കെ ഇപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു അവസാനം പറയാ, നമ്മുടെ കൂട്ടര് സ്വോത്രം. ഞാനൊന്ന കണ്ണാടിയെ കൂടെ നോക്കും. ഞാൻ നോക്കുന്ന കണ്ടപ്പോഴത്തേന് സീറ്റിനങ്ങ് മറഞ്ഞിങ്ങനെ, പിന്നെ മിണ്ടിയില്ല. അന്നത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ ശരിക്കും അതെന്നെ ഏൽപ്പിച്ച ദൂതല്ല, പക്ഷെ പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ ദൈവാത്മാ ഇത് ഓർമ്മിപ്പിച്ച് ശരിക്കും. സ്തോത്രം. ആന്റിക്ക് മനസ്സിലായി, ആന്റിക്കുള്ള ദൂതം. പ്രാർത്ഥനയെ ആരാധനയെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ഉണർത്തിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് പറയാം, നമ്മുടെ കൂട്ടൻ ഏത്, നമ്മുടെ കൂട്ടൻ. നിങ്ങൾ എന്താ എന്നെ നോക്കുന്നത്? ഒരാൾ പറഞ്ഞത് ഞാൻ ഏറ്റു പറയുന്നത്. ഏതാ നമ്മുടെ കൂട്ടൻ, ഏതാ അവരുടെ കൂട്ടൻ? സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ രണ്ട് ജാതിയുള്ളൂ. ഒന്ന് യഹൂദ ജാതി, ഒന്ന് യഹൂദ ജാതി, രണ്ട് ബാക്കി എല്ലാം കൂടെ ചേരുന്ന ഒരു ജാതി. സ്തോത്രം. മിണ്ടുന്നില്ല. ജാതി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ക്യാൻസൽ ചെയ്തു. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവദാസനാണ്, കൺവെൻഷൻ പ്രാസിംഗിനാണ്, പേരൊന്നും പറയുന്നത്. അദ്ദേഹം കൺവെൻഷന് പ്രസംഗിച്ചപ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി പന്തല് മൊത്തം വ്യാപിച്ചു. സീനിയർ പാസ്റ്റർമാര് പ്രസംഗിച്ചിട്ട് ഇറങ്ങാത്ത ആത്മാവ് ആ പാസ്റ്റർ പ്രസംഗിച്ചപ്പോ എഴുതി. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ് ആ മനുഷ്യൻ പോയതിന് ശേഷം ഈ വലിയ അച്ചായന്മാരൊക്കെ ഇരുന്നിട്ട് പറയാ, എത്ര പ്രസംഗിച്ചാലും എത്ര ആത്മാവ് ഇറങ്ങിയാലും ഇവൻ മറ്റേ പുള്ളിയല്ലേ. സ്വത്രം. നടന്ന സംഭവം ഞാൻ പറയുന്നത്, നടന്ന ഇതൊക്കെ. എനിക്ക് ഇതൊന്നും പ്രസംഗിക്കുന്നതിന് ഒരു മടി.
ശരിക്കും ഞാൻ സ്തോത്രം. യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ഇതൊന്നും ഹൃദയത്തിൽ ഉണ്ടാവരുത്. എത്ര പ്രസംഗിച്ചാൽ എന്താ, എത്ര ആത്മാ പറഞ്ഞാൽ എന്താ, ഇവൻ മറ്റേ ആള് എന്റെ വിവാഹ സമയത്ത് ജാതി ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഞാനിങ്ങനെ ഒരു വിവാഹത്തിന്റെ കാര്യം രണ്ടുപേര് അവരുടെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ, സ്തോത്രം ഹല്ലേലൂയ, ബ്രോക്കറും വീട്ടുകാരും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ അവിടെ ഉണ്ട്. അപ്പം ചോദിച്ചു, ബ്രോക്കറെ, എന്നാ അമ്മാമ്മേ കൊച്ചേതാ ജാതി? ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു മനുഷ്യജാതിയാണ്. ഞാൻ പറഞ്ഞു ഈ വേറെ വല്ല അറിയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനുഷ്യജാതിയാണ്, സ്ത്രീയാണെന്ന് പറഞ്ഞു. സ്ത്രീ, മനുഷ്യജാതിപ്പെട്ട സ്ത്രീയാണ്, വേറെ വല്ല അറിയണം? അല്ല പാസ്റ്ററെ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. വേറെ ഏത് ഏതാ നിങ്ങൾ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഉദ്ദേശിച്ച ഏതാന്ന് എനിക്കറിയാം. ഇവിടെ ജാതിയും കുലവും ഒന്നും പറഞ്ഞില്ല. അതിന്റെ കാരണമുണ്ട്. അതാ ഞാൻ പറഞ്ഞ, പ്രവാസകാലത്തിലാ ജീവിക്കുന്നത്. പ്രവാസകാലത്ത് ജീവിക്കുന്ന ഒരു യഹൂദ സ്ത്രീയാണെന്ന് അറിഞ്ഞാൽ അവളെ ആ പറമ്പിക്കേറ്റതില്ല. പക്ഷെ തമ്പുരാൻ അത് മറച്ചു. മോർദെഖായിക്ക് ദൈവം ഹല്ലേലൂയ ഇടപെട്ടു. അവളോട് നീ പറയണം, അതിനെ വെളിപ്പെടുത്തരുത്. പുതിയ നിയമ സഭയെ, പഴയ നിയമത്തിൽ അതുണ്ട്, സമ്മതിച്ചു. പുതിയ നിയമസഭ കേട്ടോണം, ഇങ്ങനെയുള്ള ജാതിക ചിന്തകളെ എന്റെ സ്വർഗത്തിലെ അരുമനാഥൻ ഇറങ്ങി വന്ന് തന്റെ ജീവൻ കൊടുത്ത് ആ നാടിച്ചുവരിനെ ഇടിച്ചു. സ്തോത്രം. യെരൂശലേം ദൈവാലയത്തിൽ കിടന്ന തിരശ്ശീല ഉണ്ടല്ലോ, മുകളിൽ നിന്ന് താപ്പോട്ട് കീറി. ഈ ദൂതൊന്നും പറയണമെന്ന് ചിന്തിച്ച ആളല്ല ഞാൻ, പക്ഷെ ദൈവാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിക്കുക. ഇത് യൂട്യൂബിൽ റെക്കോർഡല്ലേ? ഹല്ലേലൂയ. ജാതീയ ചിന്തകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ്? വിശുദ്ധ സുവിശേഷ ബൈബിൾ നവോത്ഥാനത്തിന്റെ വിത്ത് വിതച്ചത്. അടിമത്വമില്ല, അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്നുറക്കെ പ്രഖ്യാപിച്ചത് വിശുദ്ധ ബൈബിൾ വന്നിട്ടാ. ഒന്നുകൂടെ കയറി പറഞ്ഞ, പള്ളി വന്നിട്ടാണ് പള്ളിക്കൂടം വന്നത്. അല്ലാതെ പള്ളിക്കൂടം വന്നിട്ടല്ല പള്ളി വന്നത്. ചില ടീച്ചർമാരൊക്കെ ഉണ്ടല്ലോ, പറയുന്നില്ല, അറിയാൻ. സ്തോത്രം. ചില ടീച്ചർമാരുണ്ട് സുവിശേഷത്തെയും ദൈവത്തിന്റെ വചനത്തെയും അല്ലെങ്കിൽ കറുവേപ്പില പോലെ കാണുന്നു. മനസ്സിലാക്കണം, പള്ളിക്കൂടം വന്നിട്ടല്ല പള്ളി വന്നത്. പള്ളി വന്നിട്ട് ആ പള്ളിയുടെ പേരിലാണ് പള്ളിക്കൂടം വന്നത്. ഒന്നുകൂടെ കേറി പറഞ്ഞാൽ, പള്ളി വന്നത് കൊണ്ടും സുവിശേഷം എത്തിയത് കൊണ്ടുമാണ് പള്ളിക്കൂടം വന്നത്. പള്ളിക്കൂടം വന്നത് കൊണ്ടാണ് അടിമത്തത്തിൽ കിടന്നതിനൊക്കെ വിവരം വന്നത്, വിദ്യാഭ്യാസം വന്നത്, ബോധം വന്നത്. ഇതെത്തിച്ചത് ഹല്ലേലൂയ വേറെ ആരുമല്ല, സുവിശേഷമാണ്, ദൈവത്തിന്റെ സത്യവചനമാണ്. അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ അയക്കേണ്ട ഇടങ്ങളിൽ അയച്ച് എന്റെ സർവശക്തനാകുന്ന ദൈവം നവോത്ഥാനത്തെ സൃഷ്ടിച്ചു. ആർക്കും നീ അടിമയല്ല, നിനക്കും നിന്റേതാകുന്ന വ്യക്തിത്വമുണ്ട്, വിലയുണ്ടെന്ന് അങ്ങനെ മനുഷ്യനെ പഠിപ്പിച്ചത് ബൈബിളാണ്. സ്വത്രം. ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ കൺവെൻഷൻ പ്രസംഗം, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നു. മടങ്ങി വരാം. ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. എസ്തേറിന്റെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കേട്ടോ. രാജ്ഞി എന്ന പദവിയിൽ ആ സഹോദരി വന്നിട്ടു അപ്പന്റെ വാക്കിന് അവൾ വില കൊടുത്തു. അപ്പന്റെ വാക്കിനെ അവൾ മറന്നില്ല. അപ്പന്റെ വാക്കിനെ അവൾ മുറുകെ പിടിച്ചു.
അതാണ് യഥാർത്ഥ ദൈവവൈരം. നിന്നെ നടത്തിയവരെ നീ മറക്കരുത്. നിനക്ക് വേണ്ടി ചെയ്യുന്നവരെ നീ മറക്കരുത്. നിന്റെ സ്വർഗത്തിലെ അപ്പനെ നീ മറക്കരുത്. മറന്നാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്ന് സംസാരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കറിയാവുന്നൊരു സഹോദരൻ, അദ്ദേഹത്തെ പല കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഗൈഡ് ചെയ്തു. ഇങ്ങനെ പോണം, ഇന്ന ചെയ്യണം, ഇന്ന നിലയിൽ വേണം മുൻപോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അതനുസരിച്ച് ആ നിലയിൽ പോയപ്പോൾ ദൈവം അദ്ദേഹത്തെ മാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു കാര്യം ചെയ്യുന്നതിന് എന്നോട് പറയും, പാസ്റ്റർ ഇന്നൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്താണ് പാസ്റ്ററിന്റെ നിർദ്ദേശം? പ്രാർത്ഥിച്ചിട്ട് എന്നോടൊരു ദൈവശബ്ദം പറയും, എന്തെങ്കിലും അഭിപ്രായം എന്നെ അറിയിക്കാമോ എന്നിന്നും ആ സഹോദരൻ ചോദിക്കും. 30-35 വയസ്സുണ്ട്, എന്നേക്കാളും പ്രായമുള്ള ചോദിക്കും, എന്താ കാര്യം? ഇന്നലകളിൽ നടത്തിയപ്പോൾ അവന്റെ ജീവിതത്തിൽ അത് നന്മയായി മാറിയത് കൊണ്ട് നാളകളിൽ നടത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ എന്നെ മറന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഉദ്ധരിക്കുകയാണ്, ദൈവം നിന്നെ എത്ര മാനിച്ചാലും ഉയർത്തിയാലും അപ്പനോട് ആലോചന ചോദിച്ചിട്ട് അപ്പൻ പറയുന്നത് അനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കാവുള്ളൂ. മൂന്നാമത്തെ ക്വാളിറ്റി, എസ്തേറിന്റെ മൂന്നാമത്തെ ഗുണമാണ് ആഡംബരമില്ലെങ്കിലും അവളുടെ സ്വഭാവം ആകർഷണമാക്കി. അതാണ് എസ്തേറിന്റെ മൂന്നാമത്തെ ഗുണം. ആഡംബരത്തിലല്ല എസ്തേർ തന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയത്. സ്തോത്രം. ചരിത്രം പഠിക്കുമ്പോൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആഡംബരത്തെ ആശ്രയിച്ച് ആഡംബരത്തിലൂടെ രാജാവിനെയോ മറ്റുള്ളവരെയോ കീഴ്പ്പെടുത്തിയവളല്ല എസ്തേർ. മറിച്ച് ദൈവം അവിടെ അകത്ത് പകർന്നു കൊടുത്ത, അവളുടെ വളർത്തച്ഛൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ നല്ല സ്വഭാവ ഗുണമാണ് അവളെ ആകർഷണമുള്ളവളാക്കി മാറ്റിയത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചേർന്നൊരാമേൻ പറയണം, ചേർന്നൊരാമേൻ പറയണം. ഹല്ലേലൂയ. അവൾ സൗന്ദര്യമുള്ളവളാണെന്ന് സംശയമില്ല, അത് വചനം തന്നെ തെളിവുണ്ട്. പക്ഷെങ്കിൽ അവളുടെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാട്ടിലും രാജാവ് പിന്നീട് അവളെ ഇഷ്ടപ്പെടാൻ കാര്യം അവളുടെ ആകമേയുള്ള സൗന്ദര്യമാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പുറമേ നോക്കി ആരെ എന്ത് ചെയ്യരുത്, വിധിക്കരുത്, വിധിക്കരുത്. ഈ പുറമേ വിധിക്കുന്ന ചിലരുമായിട്ട് നമ്മൾ അടുക്കുന്ന ഉടനെ ചിലപ്പോ നമ്മുടെ ചിന്തകളൊക്കെ രക്തം ചെയ്യും. ചിലരെയൊക്കെ നമ്മൾ പുറമേ നല്ലതെന്ന് വിചാരിക്കും, ഇതുപോലെ പ്രശ്നക്കാര് വേറെ. സ്തോത്രം ചെയ്യും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ബിജോ പാസ് ഒരു സീരിയസ് പേഴ്സൺ. അത് രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോടല്ല, പലരോടും പറഞ്ഞത് ഞാൻ കേട്ടു. ഈ മനുഷ്യൻ തന്നെ ചിരിക്കുന്നു. സ്തോത്രം. ഇദ്ദേഹം എന്താ ചിരിക്കുന്നില്ല? കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. എന്നോട് ഒരു സഹോദരി പറഞ്ഞു, പാസ്, ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരാള് പാസ്റ്ററെ കുറിച്ച് ഇങ്ങനെ. ഞാൻ ചെന്താ പാസ് ചിരിക്കത്തില്ല. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ, ബിജോ പാസന്റെ ചിരി നല്ല ചിരി.
ഞാൻ എന്നെ പൊക്കുമല്ലേ, പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഈ പുറമേ ബിജോ പാസിന്റെ ചിരി നല്ല ചിരിയാണ്. പക്ഷെ എന്ത് ചെയ്ത് ഈ പാസ് ഇടയ്ക്ക് വല്ല ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയ, ഞാൻ പറഞ്ഞല്ല, ഞാൻ ശുശ്രൂഷിക്കാൻ പോയ ഒരു ചർച്ചിലെ സഹോദരൻ. അപ്പൊ ഇവരുടെയൊക്കെ മൈൻഡ് ഒരു സീരിയസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഇത് എന്നെ പോലെ പാവം വേറെ. എന്നെ അടുത്തറിയുന്നവർക്കറിയാം ഞാൻ ആത്മീയ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യാം. സ്വോത്രം. അല്ലാതെ ഞാൻ വലിയ പ്രശ്നക്കാരനാണ്. രക്തം ജയമെടുക്കുക. സ്വോത്രം. ന്യായമല്ലാത്ത കാര്യം പറഞ്ഞു, അതാരായാലും തെറ്റ് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പറയും. അല്ലെങ്കിൽ ശിക്ഷിക്കേണ്ട സ്ഥാനത്ത് ശിക്ഷിക്കും, പറയേണ്ട സ്ഥാനത്ത് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞില്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ എങ്ങനെയും അവതരിപ്പിക്കും. ചിലപ്പോ ദേഷ്യത്തിലൊന്ന് നോക്കിയായിരിക്കും. എങ്ങനെ ഈ പറയാൻ എനിക്ക് സാഹചര്യം ഒത്തില്ലെങ്കിൽ ഞാനത് മുഖത്ത് എക്സ്പ്രസ്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, എന്നാലേ എനിക്കൊരു സമാധാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പുറമേ നോക്കുമ്പോൾ വലിയ സീരിയസ് ആണ് നമുക്ക് തോന്നാം. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, രാജാവ് അവളിൽ ഏറ്റവും ആകർഷിക്കപ്പെട്ടതിന്റെ കാരണം അവളുടെ സ്വഭാവം കൊണ്ട് അവൾ ആകർഷിക്കപ്പെട്ടു. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ക്യാരക്ടറിന് വലിയ ഒരു പ്രാധാന്യം. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ആളല്ല. എന്റെ കാര്യം പറയുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യം പറയുമ്പോഴല്ല നിങ്ങൾക്ക് സ്തോത്രം വരാം. എന്റെ കാര്യം പറയുമ്പോൾ പ്രശ്നമില്ല. ഹല്ലേലൂയ. ഞാൻ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ആളല്ല. അത് ബന്ധമായാലും കൊള്ളാം, സ്വന്തമായാലും കൊള്ളാം, കൂട്ടുകാരായാലും കൊള്ളാം, നാട്ടുകാരായാലും കൊള്ളാം, ആരായാലും, പാസ്റ്റർമാരായാലും കൊള്ളാം, വിശ്വാസികളായാലും കൊള്ളാം, ഞാൻ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്ന ആളല്ല. സ്തോത്രം ചെയ്യുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൽ എനിക്ക് ദൈവം ഒരു കണക്ഷൻ തന്നാൽ ഞാൻ അവരുമായി ചേർന്നു. അത് അവർക്ക് എന്ത് കുറ്റമുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും നന്മയുണ്ടെങ്കിലും എന്തുണ്ടെന്ന് പറഞ്ഞാലും ദൈവാത്മാവുമായിട്ടൊരു കണക്ഷൻ, അവരുടെ മേലൊരു നിയോഗം ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുമായി ചേർന്നു. ഹല്ലേലൂയ. ദേഷ്യമില്ല, വൈരാഗ്യമില്ല, ഒരു പ്രശ്നവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. വൈരാഗ്യപ്പെടാനാണെങ്കിൽ ഹല്ലേലൂയ എനിക്ക് ഈ ദേശത്ത് തന്നെ ഉണ്ടെന്നില്ല, ഇഷ്ടം പോലെ തന്നെ ആൾക്കാർ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം എന്നെ പറഞ്ഞതിന് കയ്യും കണക്കും എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. എന്നോട് ഡയറക്റ്റ് ആരും പറഞ്ഞിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് അത് ഞാൻ അറിയും. അത്രേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ വൈരാഗ്യ ബുദ്ധി വെക്കാനാണെങ്കിൽ സ്തോത്രം, മിത്രങ്ങളെക്കാളും ഒരു ശത്രുക്കളാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ സ്തോത്രം പറഞ്ഞ, അപ്പൊ പോകുന്ന സാധനത്തിന്റെ കൂടെ എന്നോ സ്തോത്രമുണ്ട്, ബാക്കി ദൈവം ചെയ്തു. ചേർന്ന് രാമൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മുടെ സ്വഭാവം ദൈവത്താൽ ആകർഷിക്കപ്പെടും. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടും, നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം യേശുവിന്റെ നാമത്തിൽ വരുത്തണമെന്ന് ദൈവശബ്ദം കൈമാറുന്നു. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം. സ്വഭാവത്തിലൊരു മാറ്റം വരുത്തണം. ജഡികരെ പോലെ ചിന്തിക്കരുത്, ജഡികരെ പോലെ സംസാരിക്കരുത്, ജഡികരെ പോലെ ഇടപെടരുത്, ജഡികരെ പോലെ നടക്കരുത്. മറ്റുള്ളവര് വലിയ വിശുദ്ധി എന്നൊക്കെ കളിയാക്കിക്കോട്ടെ, വലിയ ശുശ്രൂഷക്കാരെന്ന് കളിയാക്കിക്കോട്ടെ, വലിയ വിശ്വാസികളെന്ന് കളിയായിക്കോട്ടെ, സാരമില്ല. പക്ഷേ നിന്റെ സ്വഭാവത്തെ നീ കാത്തു സൂക്ഷിക്കണം. രക്തത്താൽ ജയമെടുക്കുക. ഇന്നാണ് എന്റെ അല്ലെങ്കിൽ ഒരു
വിവാഹത്തിന് എന്റെ ഫാദറും മദറും കൂടെ പോയപ്പോ ചോദിച്ചു, ബിജോമോൻ എന്ത് ചെയ്യും ചോദിച്ചു. പറഞ്ഞില്ല, വന്നില്ല. സ്വന്തം അതെന്താ വരാത്ത? ഇവിടൊക്കെ ഒരു കാര്യം നടക്കുമ്പോ അവൻ വരണം എന്ന് പറഞ്ഞു. സ്വന്തം ഒരു കല്യാണത്തിന് വീട്ടുകാരെ മൊത്തം ക്ഷണിക്കുന്നത് അവരുടെ ഒരു മാന്യം എന്ന് വെച്ച് അപ്പനും അമ്മയും മക്കളും അവിടെ ഇരിക്കുന്ന പട്ടിയും പൂച്ചയും കോഴിയും എല്ലാം കൂടെ കൊണ്ടുപോകണം. സ്വത്രം മിണ്ടുന്നില്ല. സ്വത്രം. ഞാൻ ഇന്നാൾ എപ്പോഴോ പ്രസംഗിച്ചു, ഒരു വിവാഹത്തിന് എന്താ കാര്യത്തില് ദൂതെല്ലാം മാറി. ഒരു വിവാഹത്തിന് സ്വത്രം ഹല്ലേലൂയ നമ്മളെ ക്ഷണിക്കുക. അവര് പറയത്തില്ല. ഇതൊക്കെ സൂമിലിരിക്കുന്നവർ, യൂട്യൂബിൽ ഇരുന്നവരൊക്കെ കേട്ടോ. ഹല്ലേലൂയ സ്വത്രം. ഒരു വിവാഹത്തിന് നമ്മളെ വിളിക്കുമ്പോൾ അവര് മാന്യമായി വിളിക്കും. നിങ്ങൾ എല്ലാരും വന്ന് സഹകരിക്കണം, അല്ലേ? അവര് വിളിക്കും. സ്വത്രം. അത് അവരുടെ മാന്യതയാണ്. പക്ഷെ നമുക്കൊരു മാന്യത ഉണ്ടെന്നില്ല. ചിലതിനൊന്നും ഇത് പിടിക്കുന്നില്ല, സാരമില്ല, കേൾക്കില്ല. നമുക്കൊരു മാന്യതയുണ്ട്. 1 or 2 പേര് പോയി സഹകരിക്കണം. അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ എന്ത് ചെയ്യണം. അല്ലാതെ വാടകയ്ക്ക് വണ്ടി പിടിച്ചോണ്ട് എല്ലാവരും കൂടെ എന്ത് ചെയ്യരുത്, പോയി ബുദ്ധിമുട്ടിക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ആകർഷിക്കപ്പെടും. ഒരു ടേബിളിലൊക്കെ എനിക്ക് തോന്നുന്നു 8 പേരാണ് ഒരു ടേബിളിൽ. സ്തോത്രം ചെയ്യുന്നു. വിശപ്പുള്ളവരാണെങ്കിൽ പകുതി ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. യെസ്, ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു വിവാഹത്തിന് പോയി. അതുകൊണ്ടാ പറയുന്നത്. സ്തോത്രം. നല്ല വിശപ്പുള്ളവരാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് എന്ത് ചെയ്യണം, പോണം. അതാകുമ്പോ കുറച്ച് അവിടെ ചെല്ലുമ്പോ കഴിക്കും. ഇത് രാവിലെ മുതലേ ഒരു കല്യാണം ഉണ്ടെന്ന് അറിയുന്നത് രാവിലെ മുതലേ ഫാസ്റ്റിംഗ്. എന്നിട്ട് ഉച്ചയാകുമ്പോ ചോറ് വിളമ്പത്തില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, ആരും കാണാതെ ബീഫിന്റെ കാറ് പൊട്ടിച്ച് ഓരോ ഈ പക്കാവടയൊക്കെ കഴിക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. സ്വത്രം. ഞാൻ കണ്ടിട്ടുള്ള കാര്യം. പാസ് അവിടെ എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞ് ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോ ഇവിടെ ബീഫ് ഒരു പ്ലേറ്റില്. നിങ്ങളുടെ ഇരിപ്പ് കണ്ട നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ഞാൻ ഉള്ളതായി പറയുന്നത്. കണ്ടിട്ടുണ്ട്, ഞാൻ ഉള്ളതാ പറയുന്നത്. സ്തോത്രം. നമുക്ക് ഫുഡ് തരും, അത് അവരുടെ മാന്യതയാണ്. പക്ഷെ നമുക്കൊരു സ്വഭാവമുണ്ട്, നമുക്കൊരു ക്യാരക്ടറുണ്ട്. സ്തോത്രം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയോടെ വെളിപ്പെടുത്തണം. വിശപ്പുണ്ടേലും കുറച്ചേ കഴിക്കാവുള്ളൂ. തിരിച്ചിറങ്ങി വരുമ്പോ ഹോട്ടലിൽ കയറി കഴിക്കും. അതിനൊരു മാന്യതയുണ്ട്. അതിനൊരു മാന്യതയുണ്ട്. സ്തോത്രം. അതിനൊരു മാന്യത ഉണ്ട്. അല്ലെ വീട്ടിൽ വന്നിട്ട് കഴിയും. അല്ലേ? ചിലര് പറയുന്നത് നമുക്ക് വേണ്ടിയല്ലേ അതുണ്ടാക്കി. ചിലര് പറയുന്നത് അങ്ങനെ, നമുക്ക് വേണ്ടിയല്ലേ അതുണ്ടാക്കി. ഒരച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടു, കൊടുക്കുന്ന പൈസ മുതലാക്കണം. ഒരച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു, കൊടുക്കുന്ന പൈസ തീർന്നു. അപ്പൊ തന്നെ സ്വഭാവം അറിയാലോ. ചിലർക്കൊന്നും ഇത് പിടിക്കുന്നില്ല. സ്തോത്രം. പിടിച്ചില്ലേന്ന് സാരമില്ല. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി എടുത്തു വന്നു കേട്ടോ. റൂമിലുള്ളവരൊക്കെ വിഷമിക്കരുത്, ഇവിടെ ഉള്ളവരാരും വിഷമിക്കരുത്. ഞാൻ ഇതൊന്നും പറയാൻ എടുത്തതല്ല. പക്ഷെ എന്തോ പരിശുദ്ധാത്മാവ് അത് പറയും. ഞാൻ പറഞ്ഞു വന്നത്, എസ്തേർ ആഡംബരത്തിലല്ല അവളുടെ ആകർഷണം, അവളുടെ സ്വഭാവത്തിലാണ് എന്ത് ചെയ്തത്, ആകർഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം ആകർഷിക്കപ്പെടുന്നതായിരിക്കണം. ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവം നിന്നെ നാളെ മാനിക്കുമ്പോൾ നിന്റെ സ്വഭാവം ആകർഷിക്കപ്പെടുന്നത് തന്നെ ആയിരിക്കണം.
നിന്റെ കൂടെ ഇന്ന് നിന്നവർ നാളെ പറയരുത് ഹല്ലേലൂയ അവക്ക് അല്ലെ അവനൊരു ഹല്ലേലൂയ ദൈവം അവനെ മാനിച്ചപ്പോ അവരുടെ സ്വഭാവമേ മാറി. എന്തെന്ത് ചെയ്യരുത്? പറയരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്, അകത്ത് ദൈവം ചില വിടുതൽ ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ അകത്ത് ദൈവം ചില വിടുതൽ ചെയ്തോണ്ടിരിക്കുക. സ്തോത്രം. വചനം കേട്ട് തന്നെത്താൻ ചതിക്കുന്നവരെ പോലെ ആകരുത്. കേൾക്കുന്ന വചനം അനുസരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ഇസ്രായേൽ യഹൂദ ജനത്തിനു വേണ്ടി അവൾ സ്വന്തമായി പ്രവർത്തിച്ചു. ഒരാമയം പറഞ്ഞേ, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ഏത് ദൗത്യത്തിനാണോ സർവശക്തൻ അവളെ ആ പൊസിഷനിൽ കൊണ്ടുവന്നത്, അത് അവൾ പ്രാബല്യമാക്കൂ. ഒരാമയം പറയാം. 4:10 വായിച്ച് സഹായിക്കാം. 4:10 മുതൽ ഒന്ന് വായിച്ച് സഹായിക്കാം. എസ്തേർ മൊർദെഖായിയോട് ചെന്ന് പറവാൻ കഥാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോടിരിക്കത്തക്ക രാജാവ് പൊൻചെങ്കോൽ ആ ആളുകളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമം ഉള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ സകല ജനവും അറിയുന്നത്. അടുത്തത്, എന്നാൽ എന്നെ ഈ 30 ദിവസത്തിനകത്ത് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. കാരണം നിയമം എനിക്കുമെതിരാണ്. പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നിയമം എനിക്കുമെതിരാണ്. അടുത്ത, അവർ എസ്തേറിന്റെ വാക്ക് മൊർദെഖായിയോട് അറിയിച്ചു. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, ഈ രാജധാനിയിൽ ഇരിക്കുക എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കണം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് രക്ഷയും ഉണ്ടാവും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും അടുത്തത്, ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയുള്ള കാലം? യഹൂദാജനത്തിന്റെ ഉദ്ധാരണത്തിന്റെ കാലം, യഹൂദാജനത്തിന്റെ വിടുതലിന്റെ കാലം. അവരുടെ പ്രവാസ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള ഒരു കാലത്തിലേക്കല്ലോ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. ഇത് മൊർദെഖായി പറഞ്ഞപ്പോൾ എസ്തേറിന്റെ അകത്ത് ആ പ്രകാശനം ഉദിച്ചു. അവളുടെ അകക്കണ്ണ് തുറന്നു. അടുത്ത താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, വായിക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാട്ടെ, ഹല്ലേലൂയ, വായിക്കണ്ട. ക്രൈസ്തവ നിയമം അവൾക്കെതിരായിട്ട് പോലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൾ രാജസന്നിധിയിൽ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ യഹൂദ ജനത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി പ്രവർത്തിച്ചവളാണ് എസ്തേർ. ആ പ്രവർത്തനത്തെ ചെറുതാക്കി കാണരുത്. രാജ്ഞിയല്ലേ, രാജാവിന്റെ മുമ്പിലല്ലേ പോയത്. എന്താ ഇത്ര വലിയ പ്രശ്നം? എന്താണ്? നിങ്ങൾ വെറും ചെറുതായി അതിനെ കാണരുത്. അതുകൊണ്ടാണ് 4:10 മുതൽ ഞാൻ വായിപ്പിച്ചത്. അല്ലേ, നിയമപ്രകാരം രാജ്ഞിയായിരിക്കുന്ന എസ്തേറിന് പോലും രാജാവിന്റെ അടുക്കൽ ചെല്ലുവാനുള്ള അവകാശമോ അധികാരമോ ക്ഷണമോ ലഭിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉള്ളതുപോലെ തന്നെയാണ് രാജ്ഞിയും നിൽക്കേണ്ടത്.
പക്ഷെ കണ്ടോ, അവൾ ജലത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ടായിട്ട്, നിയമങ്ങൾ എതിരായിട്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ രാജാവിന്റെ പൊൻചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ അതോടുകൂടി അല്ലെങ്കിൽ എന്റെ ജീവൻ അതോടുകൂടി നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും തന്റെ ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി അപ്പം പറഞ്ഞ വാക്കുകളെ സ്വീകരിച്ച് ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാലം പോയാലും സാരമില്ല എന്ന് വിചാരിച്ച് രാജാവിന്റെ മുൻപിൽ സധന്യം ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച നിങ്ങൾ കേട്ടിട്ടില്ലേ? രാജാവിന് അവളോട് മനസ്സലിവ് തോന്നി. തന്റെ പൊൻചെങ്കോൽ അവൾക്കു നേരെ നീട്ടി. പൊൻചെങ്കോലിന്റെ അഗ്രഭാഗത്ത് അവൾ തൊട്ടു. ചേർന്നൊരാമേ പറയണം, ചേർന്നൊരാമേ പറയണം. പൊൻചെങ്കോലിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല, സമയം പോകുന്നു. അതൊരു സബ്ജക്ട് തന്നെയാണ്, പിന്നെ എപ്പോഴെങ്കിലും പ്രസംഗിക്കാം. പൊൻചെങ്കോൽ നീട്ടി അങ്ങനെ അഗ്രഭാഗത്തും തൊട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എസ്തേറേ, എന്താണ് നിന്റെ ആവശ്യം? ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, വെല്ലുവിളികൾ ഉണ്ടെങ്കിലും, പോരാട്ടം ഉണ്ടെങ്കിലും, ദൈവഹിതത്തിലും നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ദൈവഹിതത്തിലും നിൽക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിനക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചിലതിന്റെ അകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നതിന്റെ കാര്യം, അതിന്റെ പുറകെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഈ സാഹചര്യം നിന്നെ തകർക്കാനല്ല, ഈ സാഹചര്യം നിന്നെ മുടിക്കാൻ അല്ല, ഈ സാഹചര്യം നിന്റെ പ്രാണൻ പോകുന്ന സാഹചര്യം അല്ല. നീ ഭയപ്പെടണ്ട, നീ ഭയച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിയമം എസ്തേറേ നിനക്ക് ഇന്ന് പ്രതികൂലമാണെങ്കിലും ഈ നിയമം നിനക്ക് ഹല്ലേലൂയ നിന്റെ മൂന്ന് രാജാവ് കാണുക അനുകൂലമാണ്. ഒരാമേൻ ചേർന്ന് പറ. ഈ സാഹചര്യങ്ങൾ നിനക്കെതിരാണെങ്കിലും സാരമില്ല, ദൈവഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നീ കാഴ്ച വെച്ചാൽ നിനക്ക് മുമ്പേ ഒരുവർ പുറപ്പെടുമെന്ന് നീ മറക്കരുത്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, അഗ്നിയാൽ ഉത്തരമരുളുന്ന ഒരു ദൈവം നിനക്ക് മുമ്പേ അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. സ്തോത്രം. ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ നിങ്ങൾക്ക് മുമ്പായി പുറപ്പെടും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്ത് വായിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൾ കാൽ ചുവട് വെച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയായിരുന്നു. എന്നോട് ആത്മാവ് ഇടപെടുക. നിന്റെ കാര്യം അല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഹിതത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ നിന്റെ കാര്യം മാത്രമല്ല, നിന്റെ ജനത്തിന്റെ കാര്യം കൂടെ, നിന്റെ കുടുംബത്തിന്റെ കാര്യം കൂടെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ എന്റെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്ന് മറക്കരുത്. ഈ ഭീഷണിയുടെ മുമ്പിൽ, ഈ നിയമത്തിന്റെ മുമ്പിൽ നീ തളർന്നു പോകരുത്, നീ ഭാരപ്പെടരുത്. സ്തോത്രം. ഇത് നിന്നിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ഈ ദൈവഹിതം നിന്നിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല.
അല്ല. ഇത് നിന്നിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലത്. പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഇത് നിന്നിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലിത്. രക്തം ചെയ്യും. നിനക്കൊരു ജനമില്ലേ? നിനക്കൊരു കൂട്ടമില്ലേ? ആ കൂട്ടത്തിന്റെ കൂടെ വിഷയമായി ഒരാമൻ ചേർന്ന് പറയണം. എന്നോട് ആത്മാവ് ഇന്ന് പകരം ദൂത് പറയാൻ പറയുന്നു. നിന്റെ ചില വിഷയത്തിന്റെ ഹിതത്തിന്റെ അകത്ത് നീ ഒതുങ്ങിക്കിടക്കുക. എന്നാൽ ഇന്ന് പകൽ ആത്മാവ് ഇടപെടുക. നിന്റെ വിഷയത്തിന്റെ അകത്തല്ല നീ ഒതുങ്ങേണ്ടത്. നിന്നെ മാത്രം ബാധിക്കുന്ന വിഷയത്തിലല്ല. നിന്നെ മുമ്പ് നിർത്തിക്കൊണ്ട് നിന്റെ പുറകിൽ വലിയൊരു ജനമുണ്ട്. വലിയൊരു ദൈവപദ്ധതി കിടപ്പുണ്ട്. വലിയൊരു ദൈവപദ്ധതി കിടപ്പുണ്ട്. അതിലേക്ക് നീ ആ വെളിപ്പാടുന്ന ചിലരിലേക്ക് കൂടുക. ആ വെളിപ്പാടുന്ന ചിലരിലേക്ക് വീഴുക. ആത്മാവിൽ ഇപ്പോഴും യോശുവായുടെ വെളിപ്പാടില കിടക്കുന്നത്. ഇപ്പോഴും ചിലര് കിടക്കുന്ന യോശുവായുടെ വെളിപ്പാട്. നിങ്ങൾ പൊക്കോ, ഞാനും എന്റെ കുടുംബം, ഞങ്ങൾ യഹോവേ. ആ വെളിപ്പാടില്ല ചിലര് കിടക്കുന്നത്. ഞാനും എന്റെ അച്ഛനും, ഞാനും എന്റെ ഭാര്യയും. ആ വെളിപ്പാടിലാ കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് സംസാരിക്കുന്നു. ആ വെളിപ്പാടിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുക. പ്രാർത്ഥിച്ചോണ്ടിരിക്കും. എസ്തേറേ, നീ മൗനമായിരുന്ന യഹൂദ ജനത്തിന് വേറൊരു രക്ഷ വരും. പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. മോർദെഖായി ദൈവശബ്ദം കൈമാറിയപ്പോൾ എസ്തേറിന്റെ അകത്ത് യഥാർത്ഥ ദൈവഹിതത്തിന്റെ വെളിപ്പാട് പൊങ്ങി വന്ന പോലെ, യഥാർത്ഥ ദൈവ വെളിപ്പാടിന്റെ ചിരത്തിന്റെ വെളിപ്പാട് പൊങ്ങി വന്ന പോലെ ഇന്ന് നിത്യാനത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവഹിതത്തിന്റെ വെളിപ്പാട് വെളിപ്പാടിനെ മറച്ചു വച്ചിരിക്കുന്ന ഉരുക്കുകളെ ഞാൻ ആത്മാവും കുടുംബത്തിൽ ഒതുങ്ങുന്ന ചില വെളിപ്പാടുകൾ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്ത് അപ്പനിൽ ഒതുങ്ങുന്ന, അമ്മയിൽ ഒതുങ്ങുന്ന, മക്കളിൽ ഒതുങ്ങുന്ന സ്വാർത്ഥതയുടെ സെൽഫിഷ് സ്വത്രം, അങ്ങനെയുള്ള ചില വെളിപ്പാടിന്ന് തകരുന്നു. സ്വാർത്ഥതയുടെ ചില വെളിപ്പാടിന്ന് തകരുന്നു. ഞാനും എന്റെ കുടുംബം ഞങ്ങളുടെ മതി എന്നുള്ള ചില സ്വാർത്ഥതയുടെ വെളിപ്പാടിന്ന് തകരുന്നു. എസ്തേറിന്റെ കണ്ണ് മോർദെഖായിലൂടെ വെളിപ്പെട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ പോലെ നിന്നെ കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ വെളിപ്പാട് ഈ മോചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ തുറന്നു വരുന്നു. അല്പസമയം എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ചു. നമ്മുടെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ അല്പസമയം എടുത്തെടുത്ത് ദൈവത്തെ ശ്രദ്ധിച്ച് ചാരക്കും ദൈവത്തെ ലഭിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവി പ്രാർത്ഥിച്ച് നിന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന്റെ യഥാർത്ഥ വെളിപ്പാട് ഇന്നവരെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവഹിതത്തിന്റെ അല്ലെ ദൈവ പദ്ധതിയുടെ വെളിപ്പാടിനെ മറയ്ക്കുന്ന പൈശാചിക സ്വാധീനത്തെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞാൻ മാറാൻ കൽപ്പിക്കുന്നു. വേദപ്രബല അപുരഘടക ധീരാജകന അബ്ദൽക്കമന റവന ജനത്തിന്റെ അകത്ത് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പുറകിൽ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന്
ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്യും. ശകല മലക നഗന നിനക്കത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനിയും വെളിപ്പെടുന്ന കാലം വരുന്നു, വെളിപ്പെടുന്ന മണിക്കൂർ വരുന്നു, വെളിപ്പെടുന്ന ദിവസങ്ങൾ വരുന്നു, വെളിപ്പെടുന്ന മാസങ്ങൾ വരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ആത്മാവിൽ റിസീവ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ വെളിപ്പാടിന്റെ അകത്ത് ആ ലിസ്റ്റിൽ പെടുന്നവർ ഇത് ഏറ്റെടുത്ത് പ്രാപിച്ചില്ലെങ്കിൽ മോർദെഖായി എസ്തേറിനോട് പറഞ്ഞ ദൂത് എനിക്കും പറയാനുണ്ട്. ഹല്ലേലൂയ. ആ ദൈവ പദ്ധതി, നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവ പദ്ധതി വേറൊരാളെ കൊണ്ട് ഏൽപ്പിച്ച് തമ്പുരാൻ ചെയ്യും. നീയും നിന്റെ കുടുംബം നശിക്കും. സ്വോത്രം. നീയും നിന്റെ കുടുംബവും നശിക്കും. രക്തം ജയമെടുക്കുക. ഹല്ലേലൂയ. ഈ വെളിപ്പെട്ട ദൈവ പദ്ധതിക്കകത്ത് ഉത്തരവാദിത്വമുള്ളവർ മൗനമായി ഇരിക്കരുത്. ഉത്തരവാദിത്വമുള്ളവർ ഏറ്റെടുക്കാതിരിക്കരുത്. ഉത്തരവാദിത്വമുള്ളവർ പ്രാർത്ഥിക്കാതിരിക്കരുത്. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നീ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ, നിന്നെ പോലെ വേറൊണ്ണത്തിനെ പൊക്കാൻ എന്റെ ദൈവത്തിന് ഒരുപാട് സമയം വേണ്ട. വേറൊന്നിനെ, വേറൊരു എസ്തേറിനെ എന്റെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അല്ലെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നിന്നെ തമ്പുരാൻ ഞാനും അത് സ്വീകരിക്കും. ഈ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിൽ പോലും തമ്പുരാൻ വിടത്തില്ല. സ്തോത്രം. ഒരാഴമേറിയ വെളിപ്പാടാ, തിരസ്കരിക്കരുത്. ഇന്ന് പകൽ ആമേൻ പറഞ്ഞു സ്വീകരിക്കണം. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, ചിലപ്പോൾ വരുന്ന മണിക്കൂറിൽ അത് വെളിപ്പെടും, വരുന്ന ദിവസങ്ങളിൽ അത് വെളിപ്പെടും, വരുന്ന മാസങ്ങളിൽ അത് വെളിപ്പെടും, വരുന്ന ചില കാലങ്ങളിൽ അത് വെളിപ്പെടും. സ്തോത്രം, സ്തോത്രം. കണ്ടോ, മോർദെഖായി സംസാരിച്ചപ്പോൾ അവിടെ അകത്ത് ദൈവഹിതത്തിന്റെ പൂർണ്ണതയുടെ വെളിപ്പാട് പ്രകാശിച്ചു. നിന്നെ ഇതിനല്ലയോ എസ്തേറേ, നീ മറന്നോ? എന്നാ ഞാൻ ഓർമ്മിപ്പിക്കാം, നിന്നെ ഇതിനല്ലയോ ഈ സ്ഥാനത്താക്കി. സ്വോത്രം. എന്നോട് ആത്മാവ് ശക്തമായി പറയുന്നു, നിന്നെ ആക്കി വെച്ച പൊസിഷൻ നീ മറക്കരുത്. നിന്നെ ദൈവം ആക്കി വെച്ച സ്ഥാനം നീ മറക്കരുത്. നിന്നെ ദൈവം ആക്കി വെച്ച ഇടം നീ മറക്കരുത്. ദൈവം പൊറുക്കില്ല. ദൈവത്തിന്റെ പദ്ധതിയെ ഇല്ലാതാക്കാൻ, അട്ടിമറിക്കാൻ, നശിപ്പിക്കാൻ ആര് ശ്രമിക്കുന്നോ അവരെ ദൈവം കൈകാര്യം ചെയ്തിരിക്കും. അവരെ ദൈവം കൈകാര്യം ചെയ്യും. ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പൊ സ്വന്തമായി ഇസ്രായേലിന്റെ അല്ലെ യഹൂദാജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ അവൾ സന്നദ്ധയായി. അതാണ് എസ്തേറിന്റെ ഒരു സ്വഭാവം. പ്രതികൂലങ്ങൾ ഉണ്ടായിട്ട് അവളുടെ അകത്ത് വെളിപ്പാട് കയറിയപ്പോ അവൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി പുറപ്പെട്ടു. അഞ്ചാമത്തെ കാര്യം, ചരിത്രത്തിൽ അവൾ ഇടം നേടി. രാമൻ പറയണം, ചരിത്രത്തിൽ ഇടം നേടിയവളാണ് എസ്തേർ. ചേർന്ന് രാമൻ പറഞ്ഞേ, എന്നിന്റെ മെസ്സേജ് ഏകദേശം അവസാനിക്കും. ചരിത്രത്തിൽ എന്ത് ചെയ്തു? അവൾ ഇടം നേടി. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ യഹൂദ ജനത്തിന്റെ ഒരു പ്രവാസകാലത്തെ ഉദ്ധാരണത്തിനും വിടുതലിനും കാരണമായി നിന്നവളാണ് എസ്തേർ. ഒരാമേ ചേർന്ന് പറയണം, ഒരാമേ ചേർന്ന് പറയണം. ഒരു കാലഘട്ടത്തിൽ തന്റെ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ഇടിവിൽ നിന്നവളാണ് എസ്തേർ. അതുകൊണ്ട് ചരിത്രം അവളെ കുറിച്ച് എഴുതാൻ പരിശുദ്ധാത്മാവ് മറപ്പിച്ചില്ല.
ദൈവാത്മാവ് ഓർമ്മിപ്പിച്ച് അവളെ ഒരാമയം പറയാം. ഒരു പൊരുളോട് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, എസ്തേറിനെ അർഹതയില്ലാത്ത രാജാവിന്റെ രാജ്ഞി പദവി എത്തിച്ചതുപോലെ അർഹതയില്ലാത്ത സ്ഥാനത്ത് യേശുക്രിസ്തു എന്ന രാജാവിന്റെ മണവാട്ടിയായി കൃപയാൽ നമ്മളെ ആ പദവിയിൽ ദൈവം എത്തിച്ചു. സന്തോഷമുള്ളവർ കരമുയർത്തി അതാണ് അതിന്റെ പൊരുൾ. അവിടെ കൊണ്ട് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കുടിലിൽ ചേറ്റിൽ കുപ്പയിൽ കിടന്ന എസ്തേറെ, അർഹതയില്ലാത്ത നീ, പ്രവാസകാലത്തിൽ കിടന്ന നീ, അനാഥത്വം അനുഭവിക്കുന്ന നീ, യോഗ്യതയില്ലാത്ത നീ, രാജാവിന്റെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ രാജ്ഞി പദവിയിൽ, മണവാട്ടി എന്ന പദവിയിൽ, ഭാര്യ എന്ന പദവിയിൽ നിന്നെ ആക്കി തീർത്തു എങ്കിൽ അതിന്റെ പൊരുൾ വേറൊന്നുമല്ല. സ്ഥാനത്ത് ഒരു യോഗ്യത നമ്മളെ രാജാവും കർത്തപ്രിയ മണവാളന്റെ മണവാട്ടിയാക്കി മാറ്റിയ ദൈവ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ഒരു നിമിഷം എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേൽക്കുവാൻ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റാണ് ദൈവകരത്തിലേക്കൊന്ന് സമർപ്പിച്ച എല്ലാ കണ്ണുകളും എല്ലാ കണ്ണുകളും അടച്ചു, എല്ലാ കണ്ണുകളും അടച്ച് ആൻഡ് ഈ റെക്കോർഡ് ഓഫ് ചെയ്തു യേശുവിന്റെ നാമത്തിൽ.